ജനനം എന്നത്, മരണം എന്നത് സംഭവിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ആഘോഷിക്കുന്ന കൃഷ്ണജയന്തി, രാമജയന്തി ഒക്കെയോ നമ്മുടെ കാര്യം ഇത് തന്നെയല്ലേ. നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു നമ്മൾ. പക്ഷെ ശരിക്കും നമ്മൾ ജനിച്ചിട്ടുണ്ടോ? ജനിക്കുക എന്ന സംഭവം നടന്നതിന് മുൻപ് ഞാൻ ഇല്ലാതിരിക്കണം, അങ്ങനെയല്ലല്ലോ. കാരണം തലേന്ന് ഞാൻ അമ്മയുടെ ഗർഭത്തിലുണ്ട്. 10 മാസം ഉണ്ടായിരുന്നു അവിടെ. അതിന്റെ പിറകിലേക്ക് പോയ അച്ഛന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അതിന്റെ പിറകിലേക്ക് അച്ഛന്റെ ശരീരത്തിൽ ശുക്ലരൂപത്തിൽ, അതിന്റെ പിറകിലേക്ക് പോയാൽ അച്ഛൻ കഴിച്ച അന്നത്തിലുണ്ടായിരുന്നു. അല്ലേ? അന്നമാണ് ശോണിത ശുക്ലമായി പരിണമിച്ചത്. ആ അന്നത്തിൽ എങ്ങനെ ഉണ്ടായി എന്നാണെങ്കിൽ ഭൂമിയിൽ നിന്നാണ് അന്നമുണ്ടായത്. അപ്പൊ ഞാൻ ഭൂമിയിലുണ്ടായിരുന്നു. അപ്പൊ ഭൂമി എവിടെ നിന്നുണ്ടായി എന്നാണെങ്കിൽ ജലത്തിൽ നിന്നും ഉണ്ടായതാണ്. ജലം എവിടുന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അഗ്നിയിൽ നിന്നാണ്. അഗ്നി എവിടുന്നാണെന്ന് ചോദിച്ചാൽ പറഞ്ഞുവല്ലോ ഇത് ഇല്ലേ? അഗ്നി എവിടുന്നാന്ന് ചോദിച്ചാൽ വായുവിൽ നിന്നാണ്. വായു എവിടുന്നാന്ന് ചോദിച്ചാൽ ആകാശത്തിൽ നിന്നാണ്. ആകാശം എവിടുന്നാന്ന് ചോദിച്ചാൽ ആത്മാവിൽ നിന്നാണെന്നാണ്. ഏതസ്മാത് ആത്മന ആകാശ സംഭൂത ആകാശാദ് വായു വായോരഗ്നി അഗ്നേരാപ അദ്ഭ്യ പൃഥിവി പൃഥിവ്യാ ഓഷധയ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷ പുരുഷോന്നരസമയ. അപ്പൊ നമ്മൾ എവിടുന്നുണ്ടായി? നമ്മുടെ ഇന്നലകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പോവും. എന്നിട്ട് പറയുന്നു ആത്മാവാസ്യമിതം സർവം. ഇവിടെ ആത്മാവല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല. രൂപങ്ങൾ മാറി മാറി, ഇത്രയേ ഉള്ളൂ. ആത്മാവിന് ജനനമില്ല, അതുകൊണ്ട് ആത്മാവിന് മരണവും ഇല്ല. ഇത് പാരമാർത്ഥിക സത്യമാണ്. ഇതിനൊന്നും അണുവിട പോലും മാറ്റമില്ല. ഇനിയൊരു 100 കൊല്ലം കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സത്യം ഇത് പണ്ട് കേട്ടതാണ് സ്വാമി. അതെ, ഇനിയിപ്പോ പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ശിഷ്യൻ പറഞ്ഞു, സ്വാമിയെ, ഓ അതെ, ഇതൊക്കെ പഴഞ്ചനായിരിക്കണു, പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഗുരു ചോദിച്ചു, മോൻ എന്താ ചെയ്യുന്നത്? ഞാൻ MBBS പഠിക്കുക. നല്ലത്. അച്ഛൻ എന്തായിരുന്നു? അച്ഛൻ ഡോക്ടറായിരുന്നു. ആഹാ, എവിടെ കാണട്ടെ നിന്റെ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ. നോക്കി, അച്ഛന്റെ പുസ്തകം തന്നെയാ മോൻ പഠിക്കുന്നത്. അപ്പൊ ചോദിച്ചു, ഇത് അച്ഛൻ്റെ ആണല്ലോ. അതെ. അപ്പോ നിനക്ക് പഠിക്കാൻ പുതിയതിന്റെ ആവശ്യമില്ല, അതിലുള്ളതൊക്കെ തന്നെയായിട്ടില്ല. അപ്പൊ അച്ഛന്റെ കാലത്തുള്ള ശരീരം തന്നെയാണോ ഇന്ന്? പുതിയ ഒരു എല്ല് പോലും, ഒരു ഞരമ്പ് പോലും അധികം ഉണ്ടായിട്ടില്ല. ഇല്ല, അധികം ഉണ്ടായിട്ടില്ല. എന്നാ മോനെ ഇവിടെ ഇതൊക്കെ തന്നെയാ കാര്യം. പുതുതായിട്ടൊന്നും പറയാനില്ല. നീ പഠിക്കുന്ന ശരീരശാസ്ത്രത്തില് അച്ഛന്റെ കാലം കഴിഞ്ഞ് നിന്റെ കാലം വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു പല്ല് കൂടുതൽ വന്നിട്ട് ശരീരത്തിന് ഏതെങ്കിലും പ്രകാരത്തിലുള്ള മാറ്റം, അല്ലെങ്കിൽ ഒരു എല്ല്, ഒരു വാല്, പണ്ട് വാലില്ലായിരുന്നു, ഇപ്പം വാലുണ്ട്. അപ്പൊ അതും കൂടെ ഗവേഷണ വിഷയമാക്കണം. ഇല്ല എന്ന് പറയാം. നമുക്ക് തോന്നുന്നു പഴയതിനേക്കാൾ ഇപ്പൊ പഠിപ്പ് കുറവാണെന്ന്. അതുകൊണ്ട് ആ കണ്ണിന്റെ ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് കഴിച്ചിട്ട് കിഡ്നി എന്നിട്ട് കിഡ്നിയുടെ ഡോക്ടർ എടുത്തു പോകുമ്പോൾ കിഡ്നി ഡോക്ടർ കണ്ണ് ഡോക്ടറെ കുറ്റം പറയും. ഇല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഡോക്ടർമാരുണ്ട്, ക്ഷമിക്കുക. അയം കഥാചിത് ന ജായതേ ന മ്രിയതേ. ഇതൊരിക്കലും ജനിച്ചിട്ടില്ല, ഒരിക്കലും അതുകൊണ്ട് ഇതിന് മരണവും ഇല്ല. ഇത് ഈശ്വരന്റെ കാര്യം മാത്രമല്ല, നമ്മുടെയൊക്കെ കാര്യം. ഭൗതിക ശാസ്ത്ര ദൃഷ്ടിയ നിങ്ങൾ വേദാന്തത്തെ മാറ്റിവെച്ചോളൂ. ഭൗതിക ശാസ്ത്ര ദൃഷ്ടിയ നിങ്ങൾ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത്, ആ ഡേറ്റ് ഓഫ് ബർത്തിൽ എത്ര സത്യത്വമുണ്ട്? അത് തന്നെ ഇന്ന് എന്താണെന്നറിയോ, ഇന്ന് പല വിധത്തിലാണ് അതിനെ പലതും ചെയ്യുന്നത്. രാശി നക്ഷത്രമൊക്കെ നോക്കിയിട്ട് സിസേറിയനാക്കുന്നു.
പൂരത്തിൽ ജനിച്ചാൽ അഥവാ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ആ ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ അന്ന് ഭർത്താവിന്റെ അച്ഛൻ മരിച്ചു പോകുന്നു. അതുകൊണ്ട് അങ്ങനെ എന്തൊക്കെയോ ചില നക്ഷത്രങ്ങൾക്ക് ചില ദോഷങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ഭയമാണ്. ആ ഡോക്ടർ ഒരു ഡേറ്റ് പറയുമ്പോൾ അയ്യോ ഈ ദിവസം ജനിച്ചാൽ ആകെ പ്രശ്നമാവുമല്ലോ, അതുകൊണ്ട് ഡോക്ടർക്ക് സ്ലിപ്പ് കൊടുക്കുക. ഡോക്ടർ ഇതാ ഇന്ന് പ്രഗത്ഭനായിട്ടുള്ള ജ്യോത്സ്യർ പറഞ്ഞിരിക്കുന്നു ഈ ഇതില് ഇങ്ങനെ ജനിപ്പിക്കണം എന്ന്. അങ്ങനെയൊക്കെ സമ്മർദ്ദം ചെലുത്തി ജനിപ്പിക്കുന്ന കുട്ടികളുടെ കഥ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാമി ആ വഴിക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അതിനൊരു സ്വാഭാവികമായിട്ടുള്ളതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. എന്നിട്ട് അവിടെ നമ്മൾ കൃത്രിമമായിട്ട് ഒരു ഇതിനെ സൃഷ്ടിക്കുന്നു. എന്തോ ആവട്ടെ, ഇവിടെ വിഷയം ജന്മമാണ്. അപ്പൊ ഇന്നലകളിൽ ഞാനില്ലായിരുന്നോ? ഉണ്ട്. അപ്പൊ എന്റെ രൂപം അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാനെന്ന ബോധം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്ന ആ ഞാനെന്ന ബോധം, അതിനെക്കുറിച്ചാണ് അയം എന്ന് പറഞ്ഞത്. അതിന് പ്രത്യേകം പേരൊന്നും ഇട്ടിട്ടില്ല. അതിനെ നിങ്ങൾക്ക് കൃഷ്ണൻ എന്നോ രാമൻ എന്നോ ക്രിസ്തു എന്നോ മുഹമ്മദ് എന്നോ ഒക്കെ പറഞ്ഞാൽ തെറ്റിപ്പോയി. അതുകൊണ്ട് പലപ്പോഴും മൈക്ക് കിട്ടിയാൽ ആളുകൾ വെച്ച് വീക്കും. അതല്ലേ കൃഷ്ണൻ എന്ന് പറയുന്നത്? അതല്ലേ രാമൻ എന്ന് പറയുന്നത്? അല്ലേ അല്ല, അത് തന്നെ അയം സഹ എന്നൊക്കെ. അല്ലെങ്കിൽ എന്താ, പണ്ടുള്ളവർക്ക് ഇത്ര വിവരമില്ലായിരുന്നു, അവർക്ക് പറഞ്ഞൂടെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ തന്നെയാണ് അത് എന്ന്? അല്ല, അവരത്ര വിഡ്ഢികളായിരുന്നില്ല എന്ന് പറയും. അവർക്കറിയാത്തത് പറയാൻ പേടിയുണ്ടായിരുന്നു, ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് കൂട്ടി കലർത്തരുത്. നമ്മൾ ഈ മതസൗഹാർദ്ദം, മതമൈത്രി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇതിലുള്ളത് അതിലുണ്ട്, അതിൽ പറഞ്ഞത് തന്നെയല്ലേ ഈ സ്വാമി ഇതിൽ പറഞ്ഞതല്ലേ സ്വാമി അതിൽ പറഞ്ഞ, അതൊക്കെ എല്ലാ മതങ്ങളും പറയുന്നത് നല്ല കാര്യമല്ലേ സ്വാമി? അതെ. അപ്പൊ ഓരോന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നതുണ്ടല്ലോ, അതുപോലെ തന്നെ വേണം. ഇത് വളരെ ശ്രദ്ധാപൂർവമാണ് ഉപനിഷത്താവട്ടെ ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അയം എന്ന് പറഞ്ഞാൽ ആ സത്യം, അത് യുഗങ്ങൾക്കപ്പുറത്ത് അത് ഉള്ളതാണ്, എന്നും ഉള്ളതാണ്. അതിന് നിങ്ങൾക്കൊരാരംഭം, കാലത്തിന്റെ ഗണനയിൽ അതിനെ പെടുത്താൻ പറ്റില്ല. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും തരാൻ പറ്റില്ല. അതിനാർക്കും ആരോടും ഒരു പ്രത്യേക ഈ ഒരു സത്യം അറിയുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേകിച്ചൊന്നും വേണ്ടി വരില്ല. അതില്ലാത്തതുകൊണ്ട് ഈ ഓട്ടത്തിന് ഇപ്പം നമ്മെ സംബന്ധിച്ച് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അതൊരു ഉറക്കുകുളികയാണ്, ഉറങ്ങാൻ പാകത്തിന്. അതുകൊണ്ടായിരിക്കാം മാർക്സിന് അതിനെ കറുപ്പിനോട് ഉപമിക്കേണ്ടി വന്നത്. അത് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളെ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഏതോ ആചാര്യൻ മതത്തെ ഉപ്പിനോട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒന്നാ മതം ഉപ്പിനോട്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രയോഗം. അതെ, ഈ ഉപ്പ് കൂടിയാൽ കുഴപ്പാ, ഉപ്പ് കുറഞ്ഞാലും കുഴപ്പാ, അല്ലേ? ഈ ഉപ്പ് കൈകാര്യം ചെയ്യുന്നവന്റെ അതാണ് പാചകത്തിന്റെ കല. പാചകത്തിലെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ഉപ്പിടുന്നതിലാണ്, അല്ലേ? ഉപ്പിന്റെ സാന്നിധ്യം അറിയാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഉപ്പിന്റെ സാന്നിധ്യം സാമ്പാറിലാവട്ടെ എരിശ്ശേരിയിലാവട്ടെ അറിയരുത്. ഉപ്പിന്റെ സാന്നിധ്യം രണ്ട് പ്രകാരത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഒന്ന് അധികരിച്ചാൽ, ഒന്ന് കുറഞ്ഞാൽ. കൃത്യമാണെങ്കിൽ ആരെങ്കിലും പറയാറുണ്ടോ കൃത്യം ഉപ്പ് കുറച്ചുകൂടെ ഉപ്പെടുക്കൂന്ന്? അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നവൻ സമർത്ഥനായ പാചകക്കാരനായിരിക്കണം. ഉപ്പ് മനഃപൂർവ്വം കൂടാം, അറിയാതെയും കൂടാം. മതത്തിന്റെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അറിയാതെയും അറിഞ്ഞുകൊണ്ടും ഡോസ് കൂട്ടുന്നുമുണ്ട്, കുറയുന്നുമുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഉപ്പ്. ഇതങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാറ്റിലും അങ്ങോട്ട് കയറി പിടിച്ചോളും. അയം കഥാചിത് ജായതേ മ്രിയതേ വാ ന. ഇത് ജനിക്കുകയോ മരിക്കുകയോ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ നമ്മൾ പറയുന്ന കൃഷ്ണ ജയന്തിയും രാമനവമിയും ഒക്കെ അത് വേറെ.
ഇത് രാമനും കൃഷ്ണനും മുൻപുള്ള കാര്യമായി പറയണത്. രാമനും കൃഷ്ണനും ഒക്കെ ജനിച്ചു വീഴുന്നതേ ഒരു സമ്പന്നമായ സംസ്കാരത്തിലേക്കാണ്. അതിനു മുൻപ് ഈ സത്യമുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഉപനിഷത്തിലെ ഋഷി അവതരിപ്പിച്ചതാ. മാത്രമല്ല അയം ഭൂത്വ, ഇതുണ്ടായിട്ട് അഭവിത, ഇത് ഇല്ലാതെയാവുന്നതോ? ന ഭവിത, ഇത് ഇല്ലാതെയാവുന്നതാണോ? അല്ല. അജഹ, ഇതെന്താണ്? ജനിക്കാത്തതാണ്. അജഹ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തത്. ന ജായതേ അജഹ. നിത്യഃ, ഇത് നിത്യനാണ് എന്ന് പറഞ്ഞാൽ ഇതെന്നും ഉള്ളതാണ്. അജഹ നിത്യഃ ശാശ്വതഃ, ശാശ്വതം എന്ന് പറഞ്ഞാൽ ഒരേറ്റക്കുറച്ചിലും ഇല്ലാത്തത്. അതിന് കുറവുമില്ല, കൂടുതലുമില്ല. അതുകൊണ്ട് നിങ്ങൾ പറയണ്ട ഇപ്പൊ ആധ്യാത്മികതയ്ക്ക് ഒരു കൂടലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈശ്വര ചൈതന്യം ഇപ്പൊ ഇങ്ങനെ വർദ്ധിച്ചിരിക്കുന്നു. ഈശ്വര ചൈതന്യത്തിന് വർധനവും കുറവുമില്ല. ക്ഷേത്രത്തിലൊക്കെ ചിലപ്പോൾ കണ്ടേക്കാം. അതുകൊണ്ട് അവിടെ പ്രതിവിധികളും ഹോമാദികളും ഒക്കെ വേണ്ടി വന്നേക്കാം. പരമമായ സത്യത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഇതൊക്കെ പരമമായ സത്യം തന്നെയാണ്. ഇതിനൊരു കുറവുമില്ല, കൂടുതലുമില്ല. അതുകൊണ്ട് ഇതെന്താണ്? ശാശ്വത. പുരാണ, ഇത് പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ്. പുരാ ഇതി നവം, ഇത് പണ്ടും ഇന്നും ഒരുപോലെ. അതാണ് പുരാണം എന്ന് പറഞ്ഞാൽ പുരാ നവ. അയം ശരീരേ ഹന്യമാനേ ന ഹന്യതേ. അപ്പോൾ ഈ ശരീരം കൊല്ലപ്പെടുമ്പോൾ ഇത് കൊല്ലപ്പെടുന്നില്ല. അയം ശരീരേ ഹന്യമാനേ ന ഹന്യതേ. ഈ ശരീരം മുറിവേൽക്കുന്ന സമയത്ത് അതിന് മുറിവേൽക്കുന്നില്ല, അത് മരണപ്പെടുന്നില്ല എന്ന് പറയും. അതെന്താണ്? അത് എന്നും ഉള്ളതാണ്. ഉപനിഷത്തിൽ ഇതിനെ പറയും സപര്യകാ ശുക്രം അകായം അവ്രണം അസ്നാവിരം അപാപവിദ്ധം കവി മനീഷി പരിഭൂ സ്വയംഭൂ യാഥാദത്യതോർത്ഥ വ്യദദാത് ശാശ്വതീഭ്യ സമാഭ്യ. ഉപനിഷത്ത് ഈശാവാസ്യത്തിൽ ഇതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നു. സപര്യകാത്, സഹ അവൻ, പര്യകാത് നിറഞ്ഞു നിൽക്കും. ശുക്രം, അത് ശുദ്ധമാണ്. അകായം അവ്രണം അസ്നാവിരം, അത് ശരീരമില്ലാത്തതാണ് അകായം. അവ്രണം വ്രണപ്പെടാത്തതാണ്. അസ്നാവിരം നാഡീ ഞരമ്പുകൾ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഞരമ്പ് രോഗം ഭഗവാൻ ഉണ്ടാവില്ല. നമ്മളായിട്ട് ഏൽപ്പിക്കണ്ട എന്ന് പറയാം. അവ്രണം അസ്നാവിരം അകായം എന്ന് പറഞ്ഞാൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്കപ്പുറത്താണ്. അതുകൊണ്ടാണ് അകായം അവ്രണം അസ്നാവിരം. അപാപവിദ്ധം, പാപവും പുണ്യവും പാപവും ഏൽക്കാത്തത്. കവിഹി മനീഷി, മനസ്സിനെയും കടന്നു നിൽക്കുന്നത്. ശാശ്വതീഭ്യ സമാഭ്യ, പണ്ടേക്ക് പണ്ടേ ഉള്ളത്, ഇന്നും നിലനിൽക്കുന്നത് എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈശാവാസ്യത്തിൽ. ഇതും കഠോപനിഷത്തിലും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു. ഉപനിഷത്തിനെയാണ് ഭഗവാൻ ഇവിടെ വ്യാസഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനിലൂടെ ഭഗവാന്റെ വാക്കുകളായിട്ട് ഈ അർജുനന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ സത്യത്തിന് ഒരു പ്രകാരത്തിലും ഇത് ജനിച്ചിട്ടില്ല എന്ന് പറയാം. നമ്മൾ ഒരു കാലത്തും ജനിച്ചിട്ടില്ല. ആരിൽ നിന്നും. അപ്പൊ ആരാ എന്റെ അമ്മ? എനിക്ക് അമ്മയൊന്നുമില്ല. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് പറയണ്ട, അതിനുള്ളതല്ല ഇത്. ഇപ്പൊ മനസ്സിലായി. സ്വാമി പറഞ്ഞു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, നീ എന്റെ മോളല്ല, നീ എന്റെ. മനസ്സിലായി. ഒന്ന് പോവാൻ ശ്രമിച്ചു നോക്കൂ. നമ്മുടെ അമ്മയുടെ വയറ്റിന്റെ അകത്തേക്കും അച്ഛന്റെ ശരീരത്തിലേക്കും അവിടുന്ന് അങ്ങനെ ധ്യാനത്തിന് വിഷയമാക്കൂ. നമ്മൾ ആ വിശ്വമായിട്ട് അങ്ങോട്ട് പരിണമിക്കും. വിശ്വമായി തീരാൻ സാധിക്കും പലപ്പോഴൊക്കെ. എന്താ പറയുക, ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് സ്വാമി വേണമെങ്കിൽ നല്ലൊരു പുസ്തകമുണ്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള. അതിന്റെ പൗലോ കൊയ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിന്റെ മലയാള പരിഭാഷ തന്നെ ഉണ്ട്, വളരെ മനോഹരമായിട്ടുള്ള. ആൽക്കമിസ്റ്റ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ആൽക്കമിസ്റ്റ്. അതിൽ സാന്റിയാഗോ എന്ന് പറഞ്ഞൊരു ബാലനുണ്ട്.
ഒരു ആട്ടിടയനാണ്. ആ പയ്യൻ അവൻ അങ്ങനെ പോകുന്നത് അന്വേഷിച്ചുകൊണ്ട് അവസാനം അവൻ പ്രകൃതിയാവുന്നുണ്ട്. കാറ്റായി എല്ലാമായിട്ട് അവൻ അങ്ങോട്ട് ഒരു തീരലുണ്ട്. അത്തരത്തിലുള്ള ക്ലാസ്സുകളും അതും ഇതൊക്കെ അവന് കിട്ടുന്നത്. ഇതൊന്ന് നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കണം. നിങ്ങൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഈ പ്രകൃതിയിൽ നല്ല നല്ല സ്ഥലങ്ങളിൽ പോയിരിക്കുക. ഈ സിനിമാ തിയേറ്ററിൽ അവിടെ ഇവിടെ പൊയ്ക്കോളും ഒക്കെ നല്ലത് തന്നെ. കാശ് പോകുമ്പോൾ മനസ്സിലാവും ഇതിൽ വെറുതെ കണ്ണുവേദനയും തലവേദനയും ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. എന്നിട്ട് ഒരു ഏതെങ്കിലും ഒരു കാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ അട്ടയൊക്കെ ഉള്ള കാട്ടിൽ പോയിട്ട് ഇനി അവസാനം സ്വാമിയെ ശപിക്കരുത്. സ്വാമി പറഞ്ഞിട്ട് ഇനി ഇവിടെ വന്നിട്ട് മനുഷ്യനെ എവിടെയെങ്കിലുമൊക്കെ നല്ല സ്ഥലത്ത് എപ്പോഴെങ്കിലുമൊക്കെ പോവുക. പോയിട്ടിരിക്കുക. നോക്കൂ, ജലം ഈ വെള്ളമൊക്കെ ശക്തിയായിട്ട് ഒഴുകുന്ന പാറകളൊക്കെ ഉരുണ്ട് ചെറുതായിരിക്കുന്നു. അപ്പൊ ഇതെങ്ങനെയാ ചെറുതാവുന്നത്? ഇതിനെ ജലമല്ലേ ചെറുതാക്കുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അംശങ്ങൾ ജലത്തിലുണ്ടല്ലോ. അപ്പൊ ജലത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ജലം ഇങ്ങനെ സോളിഡ് ആവുന്ന സമയത്ത് ആ ഐസ് ക്യൂബില്ലേ, ഈ കൈലാസത്തിലൊക്കെ കാണുന്ന മഞ്ഞ് ഒരു കാലത്തും ഉരുകാത്തതാണ്, പാറ പോലെ കാഠിന്യമാർന്നത്. അപ്പൊ ജലത്തിന് ഇങ്ങനെയൊരു സ്വഭാവമുണ്ടോ? ഉണ്ട് എന്ന് പറയാ. എത്ര കാഠിന്യമാർന്നതിനെയും കീറി മുറിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. തലോടിക്കൊണ്ട് ഇല്ലാതെയാക്കുക. വലിയ ഭീമൻ പാറയൊക്കെ അവനോട് ഇങ്ങനെ എതിരിടുന്ന സമയത്ത് അവൻ പറയും, നിന്നെ ഞാൻ മോനെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞു പോകുമ്പം കൂട്ടത്തിൽ ഇവൻ തന്നെ ഇല്ലാതെയായി പോവുക. ഇവൻ വിചാരിക്കും ഞാൻ മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഒരു കുറച്ച് ജലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മിനറൽസ് എന്ന് പറയുന്ന ഈ സാധനത്തിനെ അങ്ങോട്ട് എല്ലാം കൂടി ഒതുക്കിക്കഴിഞ്ഞാൽ അതല്ലേ ഈ ഭൂമി. അപ്പം ഭൂമിയും ജലവുമായിട്ടുള്ള ബന്ധം പിടികിട്ടിയാൽ ഇനി നമ്മിലെ ഭൂമി, നമ്മിലെ ജലം, അതുപോലെ അഗ്നി, എന്റെ ഉള്ളിലെ അഗ്നി, ആ ജഡരാഗ്നിയായിട്ടുള്ള അഗ്നിയുടെ ചൂടൊക്കെ ഉണ്ടല്ലോ എനിക്കും, അതുപോലെ സമഷ്ടിയായിട്ട് നിൽക്കുന്ന അഗ്നി, അതും ഞാനും തമ്മിലുള്ള അഗ്നി തത്വം. ഇത് ഏത് നേരം അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ കരയുക, എന്നിട്ടൊന്നും കിട്ടൂല്ല. ആദ്യം പ്രകൃതി ഈശ്വരനാണെന്ന് അറിയും. എല്ലാ പ്രകൃതി ദുരന്തമായിട്ടുള്ള കാര്യം ചെയ്യും. ഉള്ള മരം മുഴുവൻ മുറിച്ചു. മരം മുറിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് എന്തോ കൊടുത്തത് കാശ്. ഇത് മുറിക്കുമ്പോൾ ഞാൻ എന്നത് തരാം. പ്രത്യക്ഷനായിട്ടുള്ള നാരായണനെ കോടാലി വെച്ചിട്ട് അമ്പലത്തിൽ വേറെ എന്തോ ആനക്കൊട്ടിൽ പണിയാൻ എന്റെ വക എന്തോ എന്ന് പറഞ്ഞിട്ട് ആദ്യം അത് നമ്മുടെ വേദത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പ്രകൃതിയാണ് ഈശ്വരൻ. ഭഗവാൻ ഗീതയിൽ പറയാൻ പോകുന്നുണ്ട്, നിങ്ങളെല്ലാം എഴുന്നേറ്റ് ഓടും. ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ആരാണ്? സ്ഥാവരാണാം ഹിമാലയ, സ്രോതസാമഭി ജാഹ്നവി, അക്ഷരാണാം അകാരോസ്മി, അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ് എന്ന് പറഞ്ഞ ഒരു അകാരം കണ്ട ഓം നമോ ഭഗവതേ വാസുദേവായ പറയാം. മതിയെന്നേ. എന്തൊരു സൗകര്യമാണ് ഇവിടെ. ഈശ്വരനെ ആരാധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും ഈശ്വരൻ. അവസാനം നിങ്ങൾ പറയും, ഇത് വലിയ കഷ്ടമായില്ല ഭഗവാനെ, ഇത് എവിടെ നോക്കിയാലും അങ്ങ് തന്നെ, അങ്ങനെ വരണം. ഇപ്പൊ അങ്ങനെ എവിടെയും കാണുന്നില്ലല്ലോ എന്നാണ് അന്വേഷണം. ആ സത്യം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ സത്യത്തിന് ഒരിക്കൽ പോലും അത് ഇല്ലാതെയാവില്ല. ഫ്രെഡറിക് നീഷെ കേട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. കാരണം വലിയ വിമർശനാത്മക ചിന്തകനായിരുന്നു അദ്ദേഹം. പറഞ്ഞു ഈശ്വരൻ മരിച്ചു എന്ന്. ഉടനെ പള്ളിയൊക്കെ അദ്ദേഹത്തിനെതിരായിട്ട് ബഹളം ഉണ്ടാക്കി. അന്ന് ചർച്ച് അദ്ദേഹത്തിനെതിരായിരുന്നു. ചർച്ച് പറഞ്ഞു ഈശ്വരൻ മരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിച്ചാൽ നല്ല രസമായിരിക്കും. ഇപ്പൊ ഗീതയിൽ ഭഗവാൻ അവരോട് പറയും, മരിച്ചു എന്ന് പറയുന്നതും തെറ്റ്, മരിച്ചിട്ടില്ല എന്ന് പറയുന്നതും തെറ്റ്. എന്തുകൊണ്ടെന്നാൽ ഗീതാ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഈശ്വരൻ ജനിച്ചിട്ടേ ഇല്ല. ഇനി ഈശ്വരൻ മരിച്ചു എന്ന് പറയുന്നതും ഈശ്വരൻ മരിച്ചിട്ടില്ല എന്ന് പറയുന്നതും, ഇപ്പൊ മരിച്ചു എന്ന് പറയുന്ന ആള് വിചാരിക്കണു കുറച്ച് മുകളിലാണ് അയാളെന്ന്. ഇല്ല, മരിച്ചിട്ടില്ല എന്ന് പറയുന്നവൻ നിൽക്കുന്നിടത്ത് തന്നെയാണ്. കാരണം ഗോപാലൻ നായർ മരിച്ചു എന്ന് പറയണമെങ്കിൽ ഗോപാലൻ നായർ ഇത്രകാലം ജീവിച്ചു എന്ന് ഇയാൾ സമ്മതിക്കുകയാണല്ലോ, അല്ലേ? അപ്പൊ രണ്ടുപേരും നിൽക്കുന്നത് ഒരേ തലത്തിലാണ്. അതുകൊണ്ട്
ഇത് കേൾക്കുമ്പോഴൊന്നും നമ്മൾ ഉടനെ ബഹളം ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. ഈശ്വരൻ മരിച്ചു എന്ന് നാളെ ആരെങ്കിലും പറഞ്ഞാൽ, ഒരു സിനിമ ഇറങ്ങിയാൽ ഉടനെ തിയേറ്റർ കത്തിക്കുക, അല്ലെങ്കിൽ അതിന്റെ പിറകില് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ബിംബങ്ങളെയൊക്കെ ഏതെങ്കിലും പ്രകാരത്തിൽ ഏതെങ്കിലും ചിത്രകാരനോ മറ്റോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു തനത് ശൈലിയിൽ, അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചയിൽ അതിനെ ആവാഹിച്ച് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിനെതിര്, അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ഗരാവോ ചെയ്യുക, അദ്ദേഹത്തിനെതിരെ, എന്നിട്ട് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുക. അപ്പൊ നോക്കൂ, എന്തറിവിലായി ചെയ്യുന്നത് ഈ കോലം കത്തിക്കുന്നത്? അപ്പൊ ഈ കോലം അയാളാണ് എന്ന സങ്കല്പത്തിലല്ലേ? എല്ലാം ഒരു കോലം തന്നെയല്ലേ? അതെ. അതുകൊണ്ട് ഈശ്വരൻ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പേടിക്കണ്ട. ഇല്ല, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും സമാധാനപ്പെടണ്ട. കാരണം രണ്ടും അസ്ഥാനത്താണ്. ഈശ്വരൻ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പേടിക്കണ്ട. ഇല്ല, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും സമാധാനപ്പെടണ്ട. കാരണം രണ്ടും അസ്ഥാനത്താണ്. ഈശ്വരൻ ജനിച്ചിട്ടുമില്ല, അതുകൊണ്ട് തന്നെ ഈശ്വരന് മരണവുമില്ല. അജോ വിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോ വിസൻ. ഇവിടെ പറയുന്നു എന്താ? ന ജായതേ മ്രിയതേവ കഥാചിത് നായം ഭൂത്വ ഭവിതാവാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇതിനെയാണ് വിവേകാനന്ദ സ്വാമികള് അറിവിന്റെ എന്താ പറയാ കേദാരം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികള് തനത് ശൈലിയിൽ നിന്ന് യുധിഷ്ഠിര മഹാരാജന്റെ യക്ഷപ്രശ്നത്തിലെ അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി യമാലയം ശേഷാ സ്ഥിരത്വമിച്ഛന്തി കിം അദ്ഭുതമിതഃപരം. ശേഷാ സ്ഥാവരമിച്ഛന്തി എന്ന് പാഠഭേദമുണ്ട്, പാഠഭേദം കാണാം. അതായത് അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി യമാലയം, യമാലയേ രണ്ടും കേൾക്കാം. രാവ് പകലും തോറും ഇതാ ആളുകള് ഭൂതാനി ഭൂതങ്ങള് എന്തൊക്കെ ജനിച്ചിട്ടുണ്ടോ അതെല്ലാം യമാലയത്തിലേക്ക്, യമന്റെ ഭുവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് ചോദിച്ചുവല്ലോ. അപ്പൊ പറഞ്ഞതാണ് യക്ഷനോട് യുധിഷ്ഠിരൻ. ശേഷ ബാക്കിയുള്ളവര് വിചാരിക്കുന്നു, എന്താ ഞങ്ങളിവിടെ സ്ഥിരമാണ്. ഇതിൽ പരം വേറെ അത്ഭുതമുണ്ടോ? ഇത് മനുഷ്യന്റെ അറിവില്ലായ്മയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് ഇതൊരുവന്റെ അറിവിന്റെ ഏറ്റവും പരമമായ തലമാണ്. എന്തുകൊണ്ടെന്നാൽ പ്രമാണം ഇതാ ഇവിടെ. ഞാൻ സ്ഥിരമാണ് എന്നത് ഞാൻ അറിയണം. പക്ഷേ അജ്ഞാനത്തിൽ ഒരുവൻ പറയുന്നുണ്ട് ഇതൊന്നും എനിക്കിപ്പം വരില്ല എന്ന്. അയ്യോ, അയാൾ മരിച്ചില്ലേ, പാവം, നല്ലൊരു മനുഷ്യനായിരുന്നു. എന്തായിരുന്നു അത്? പാവം, പോട്ടെ, എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പം ഇത് എനിക്ക് വരാത്തതാണ് എന്ന് ഇദ്ദേഹം കരുതുമായിരിക്കാം. അത് അജ്ഞാനം തന്നെ. പക്ഷെ സ്വാമിജി ഇതിനെ ഇങ്ങനെ കാണുന്നു. ഇതാണ് ആ കാഴ്ചയ്ക്കുള്ള നിദാനമായിട്ട് സ്വാമിജി മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വാമിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് കഠോപനിഷത്താണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികളുടെ വാക്കായിട്ട് പലരും ഉത്തിഷ്ഠത ജാഗ്രത എന്നുള്ളത് അറിയുന്നത്. പലരുടെയും വിചാരം അത് വിവേകാനന്ദ സ്വാമികളുടെ വാക്യമാണ് എന്നാണ്. ഒരിക്കലും അല്ല. അത് കഠോപനിഷത്തിലെ യമധർമ്മൻ നചികേതസിനോട് പറയുന്നതാ. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാര നിശിതം ദുരത്തെയ ദുർഗം പദസ്തത് കവയോ വദന്തി. വിവേകാനന്ദ സ്വാമികൾ മനഃപൂർവ്വം രണ്ടുപേരെയും ഒഴിവാക്കിയതാ. കാരണം അതുകൂടെ പറഞ്ഞ ആരും ആ വഴിക്ക് പോവില്ല. എന്താണ്? ക്ഷുരസ്യ ധാര നിശിതം ദുരത്തെയ. ക്ഷുരകന്റെ കത്തിയുടെ വായ്ത്തലയുടെ മുകളിലൂടെയുള്ള നടപ്പാണ് സത്യമാർഗത്തിലേക്കുള്ള നടപ്പ്. എന്നാ പിന്നെ അവനാ എഴുന്നേക്കില്ലല്ലോ. അതുകൊണ്ട് സ്വാമിജി അത് ഒഴിവാക്കിയതായിരിക്കാം. അപ്പം എന്താ മനസ്സിലാക്കുക? ഇത് ഉണ്ടാകുക എന്നത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന് മരണവുമില്ല. ഇത് എന്നെക്കുറിച്ച് പറയുന്നതാണ്. ഞാൻ മരിക്കാത്തവനാണ്. ശരീരത്തിന് മരണമുണ്ട്. ശരീരത്തിന്റെ മരണം എന്നിൽ പലപ്പോഴായി നിരീക്ഷിച്ചിട്ടുള്ളവനാണ് ഞാൻ. അഹമസ്മി സദാഭാമി കഥാചിന്നാഹമപ്രിയ. അഹമസ്മി സദാഭാമി. കഥാചിത് ഞാൻ ഒരിക്കൽ പോലും ന അപ്രിയ, എനിക്കില്ലാത്തവനല്ല എന്ന് പറയാം. ബ്രഹ്മൈവാഹമതസിദ്ധം സച്ചിദാനന്ദലക്ഷണം.
അഹം സച്ചിദാനന്ദ സ്വരൂപ. ഇത് സത്യമാണ്, വെറുതെ പറയുന്നതല്ല, തട്ടിപ്പല്ല. ഇതാണ് ശരി. ബാക്കി എന്തെങ്കിലുമാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റാ. എന്താ സ്വാമി പറയണേ? ഞാൻ രാമൻ നായർ. അതെന്ന്? നിങ്ങളെ രാമൻ നായരായിട്ട് എത്ര ആള് പറയുന്നുണ്ട്? അടുത്ത വീട്ടുകാരൻ പറയുന്നത് കരടി എന്നാണല്ലോ. അതെ, ഭാര്യ പറയുന്നത് അതല്ലല്ലോ, മൂപ്പിലാൻ എന്നാണല്ലോ. കുട്ടികൾ പറയുന്നത് അതല്ലല്ലോ. നിങ്ങളുടെ എന്താ ബുക്കിൽ മാത്രം റേഷൻ കാർഡിലെ പേരുള്ളൂ അത്. ജനിക്കുമ്പോൾ നിങ്ങൾ രാമൻ നായരായിരുന്നു? അല്ല. പിന്നെ ആരായിരുന്നു? പിന്നെ അന്ന് എന്തൊക്കെയോ ഉണ്ണിക്കുട്ടാന്നോ കുട്ടൂസാന്നോ മണ്ടൂസാന്നോ എന്നൊക്കെ വിളിച്ചു. 28-ാം തീയതി എനിക്ക് ഈ പേര് കിട്ടിയത്. ഓ, നായരാണെന്ന് ആര് പറഞ്ഞു? അതെ, വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിച്ചു വെച്ചിട്ടുണ്ട്. അതാർക്കും കിട്ടും. എടോ, വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കേണ്ടതല്ല നീ ആരെന്ന്. വില്ലേജ് ഓഫീസർ പറഞ്ഞ് 10 രൂപ കൊടുത്താൽ കിട്ടുന്നതല്ല നിങ്ങൾ. നിങ്ങളുടെ ഐഡന്റിറ്റി 10 രൂപയുടെ മുകളിൽ വില, എന്താ പറയാ, അതല്ല പ്രമാണം. ഉപനിഷത്തിൽ ഋഷി അല്ലെങ്കിൽ ഗീതയിൽ നമ്മളോട് പറയുന്നത് അങ്ങോട്ടേക്ക് നോക്കാനാ. അപ്പൊ ജാതി, നീതി, കുലം, ഗോത്രം, നാമം, രൂപം, ഗുണം ഇതൊക്കെ വർജിക്കണം, ഉപേക്ഷിക്കണം. ദേശകാല വിഷയാതിവർത്തിയത്, ദേശകാല വിഷയങ്ങൾക്കപ്പുറത്ത് യാതൊന്നുണ്ടോ അതിനെ നീ ബ്രഹ്മതത്വമസി ഭാവയാത്മനി, അത് ബ്രഹ്മമാണ്, അത് നീയാണ് എന്നറിയും. അതെന്താണ്? കാലാതീതമാണ്. ഇതങ്ങോട്ട് ഉറപ്പിച്ചാലുണ്ടല്ലോ വലിയ സമാധാന. ഇത് സത്യമാണ്, ബാക്കിയെല്ലാം അയഥാർത്ഥ്യമാണ്. ഓരോ പ്രാവശ്യമായി പലപ്പോഴായിട്ട് അടിഞ്ഞുകൂടിയതാണ്. ആണാണോ പെണ്ണാണോ? ലിംഗവാചിയായ ഞാൻ എന്താ? ഇപ്പൊ നാളെ ആൺ പെൺ എന്നത് കേവലം ശബ്ദം, അല്ലാതെ പിന്നെന്താ? പ്രപഞ്ചത്തിൽ അനേക ജീവജാലങ്ങളുണ്ട്. മൃഗമല്ല എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് മനുഷ്യൻ എന്നുള്ളത്. ബാക്കി കയറി കൂടിയിട്ടുള്ളത് മുസൽമാനാണ്, ക്രിസ്ത്യാനിയാണ്, പാകിസ്ഥാനാണ്, മലയാളിയാണ്, ബംഗാളിയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം. എനിക്ക് മലയാളം അറിയാം, അവന് മലയാളം അറിയില്ല. ഇയാൾക്ക് ബംഗാളി അറിയാം, അതുകൊണ്ട് അവനെ ഭാഷയിൽ വിഭജിച്ചു നാം, അല്ലേ? ഭാഷയുടെ അടിസ്ഥാനത്തിലാണല്ലോ സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടത്. അങ്ങനെയാണ് നമുക്ക് കന്യാകുമാരി തമിഴ്നാട്ടിലേക്ക് പോയത്, പാലക്കാട് നമുക്കും കിട്ടിയത്. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള വിഭജനമാണ്. ഈ വിഭജനങ്ങളൊക്കെ ആദ്യം തന്നെ പറഞ്ഞു ഹിംസയാണ്. അപ്പൊ ഇങ്ങനെ വിഭജിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് അഹിംസ മനസ്സിലാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാ വിഭജനങ്ങൾക്കും ദ്വന്ദ്വങ്ങൾക്കും അപ്പുറത്താണ്. അതുകൊണ്ട് ഇത് ജനിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിന് മരണവുമില്ല. ബാക്കി നാം കൽപ്പിച്ചിട്ടുള്ള എല്ലാം തന്നെ 28ന്റെ അന്ന് കിട്ടിയ പേര്, പിന്നീട് നമ്മൾ ആരൊക്കെയായി തീർന്നു? നമ്മൾ മകനായി, മകളായി. കുറച്ചു കഴിഞ്ഞപ്പം ഞാൻ ചേട്ടനായി, കാരണം എനിക്കൊരു അനിയനുണ്ടായി. കുറെ കഴിഞ്ഞപ്പോ ഞാൻ ആരുടെയോ അമ്മാമനായി. കുറെ കഴിഞ്ഞപ്പോ ഞാനും ഒരച്ഛനായി. കുറെ കഴിഞ്ഞപ്പോ ഞാനൊരു അച്ചച്ചനായി. പലരുടെയും ശത്രുവായി, പലരുടെയും മിത്രമായി, ആരുടെയോ ഭർത്താവായി. ഇതെല്ലാം എന്നിൽ ആരോപിതമല്ലേ? അതെ, ആരോപിതമാണ്. ഓരോരോ സമയത്ത് വന്നടിഞ്ഞുകൂടിയതാണ്. ഇതാണോ ഞാൻ? അല്ല. എത്ര കാലം ഇതായിട്ട് ഞാൻ ഇരിക്കാൻ പറ്റും? എത്ര കാലം? ആജീവനാന്തം? പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ആരാ? അന്വേഷിക്കൂ. കസ്ത്വം കോഹം കുത ആയാത തത്വം ചിന്തയ തദിഹ ഭ്രാത. നീ ആരാണ് മോനെ? കഹാത്വം, നീ എവിടെ നിന്ന് വന്നു? കുത ആയാത ഇതി പരിഭാവ. ഇവിടെ ചിന്തിക്കൂ ഇതിനെക്കുറിച്ച്. ഇതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്, അല്ലാതെ വേറെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച കൂട്ടണ്ട എന്ന് പറയാം. അപ്പൊ നമ്മൾ ശാന്തമായി ഇരുന്ന് നമ്മുടെ സ്വരൂപത്തെ അറിയാനുള്ള ഒരു ശ്രമം
പ്രകൃതിയെ ഒന്നുകൂടെ അടുക്കുന്ന സമയത്ത് അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഞാൻ തന്നെയാണ് ഈ പ്രകൃതി. ഇപ്പൊ നമുക്ക് തോന്നാറില്ലേ? ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഏകത, ഇതൊക്കെ തോന്നുവോ സ്വാമി എന്ന് ചോദിച്ചാൽ സ്വാമി നിങ്ങളുടെ അനുഭവം സ്വാമി എണ്ണി പറഞ്ഞുതരാം. പറയട്ടെ, പറഞ്ഞുതരാം. നിങ്ങളുടെ വീട് 5 സെന്റോ 10 സെന്റോ, അതിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാ വർഷവും നല്ലോണം മാങ്ങ തരുന്ന മാവ്, ഈ വർഷം അങ്ങോട്ട് കരിഞ്ഞു, അതിൻ്റെ ഇലയും എല്ലാം അങ്ങോട്ട് കരിഞ്ഞു ഇതായ സമയത്ത് നിങ്ങൾ തന്നെ കരിഞ്ഞ പോലെയാവില്ലേ? ദിവസവും നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാവില്ലേ? എന്തൊരു വിഷമാണ്! നമുക്കത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം. എന്നാ ആ മാവ് അടുത്ത വീട്ടുകാരൻ്റെതാണെങ്കിൽ എന്തൊരു സന്തോഷം, അതിങ്ങനെ കരിഞ്ഞു കാണും. അവന് കുറച്ച് അഹങ്കാരം കൂടുതൽ. നിനക്ക് ഓർമ്മയുണ്ടോ ജാനകി? എന്താണ് നമ്മുടെ കുട്ടികൾ അന്ന് ബോംബെയിൽ നിന്ന് വന്നപ്പോൾ ഒരു മാങ്ങ ചോദിച്ചപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? അത് മുഴുവൻ കൊടുത്തുപോയി. കണ്ടില്ലേ? എന്ന് നമ്മൾ അങ്ങനെ ഇങ്ങനെ സന്തോഷിക്കുക. അപ്പൊ എന്റെ 10 സെന്റിലെ മാവ് എന്നിൽ നിന്ന് അന്യമായ ഒരു വ്യക്തിത്വമാണ്. എന്റെ നാഡീഞരമ്പുകളെ പോലെയൊന്നുമല്ല. പക്ഷെ ഞാനുമായിട്ട് വല്ലാത്തൊരു താതാത്മ്യം. എന്റെ വീട്ടിലെ നായ, പേര് മണികണ്ഠൻ, അതിലെ അങ്ങനെ ഗേറ്റിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് പോയി അതിലേ പോയപ്പോ ആരോ ഒരു അതിന്റെ കാലിന് കൊടുത്തപ്പം അതിങ്ങനെ കിയോ എന്ന് പറഞ്ഞ് കാലും നോണ്ടി പോകുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്തൊരു വേദന. നമ്മുടെ കാലിന് ഏറ് കിട്ടിയതുപോലെ ഗേറ്റൊക്കെ തുറന്ന് ആരടാ നായയെ കല്ലെടുത്തെറിഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. അടുത്ത വീട്ടിലെ നായയെ ആരെങ്കിലും കല്ലെടുത്തെറിയുമ്പം കാണും. അന്നേ ഞാൻ വിചാരിച്ചതാ, അന്ന് എന്നെ അത് പേടിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അടുത്ത വീട്ടിലെ മരമുണങ്ങുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഓരോന്ന്, ഒരു ടെമ്പോ വന്ന് മതിലിടിച്ചു പോയി കളഞ്ഞു. ടെമ്പോന്റെ നമ്പർ പോലും നോക്കാൻ പറ്റിയില്ല, കാരണം പുലർച്ചയ്ക്കായിരുന്നു സംഭവം. മതിലിടിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ നെഞ്ചത്താരോ ഇടിച്ചതുപോലെയാ നമുക്ക് തോന്നുന്നു എന്നല്ലേ പറയുക ആദ്യം തന്നെ ഈ കാഴ്ച കാണുമ്പോൾ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഈ 10 സെന്റിലെ മരത്തിലും മതിലിലും നായയിലും ഒക്കെ വ്യാപിച്ചിരിക്കുന്നു. ഈ 10 സെന്റിനെ വേലിയൊന്ന് അടർത്തി ഈ അതിർവരമ്പുകളെയൊക്കെ ഒന്ന് തട്ടിമാറ്റി വസുദൈവ കുടുംബകമായാൽ ഇവിടത്തെ പുൽക്കൊടിയിലെ ഇളക്കം നിങ്ങൾക്ക് അനുഭവിക്കാം. അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് സാധ്യമായിട്ടുള്ളതാ. പക്ഷെ അത് ഒതുങ്ങി നിൽക്കുക എവിടെയൊക്കെ, ഞാനും എൻ്റെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളും, ഇങ്ങനെ ഒരു ചെറിയ ഇട്ടാവട്ടത്തില്. അപ്പൊ അതുണ്ട്, ഇല്ലാന്ന് പറഞ്ഞുകൂടാ. നമ്മുടെ വസ്തുവകകൾ ജഡമാവട്ടെ, ജഡമായിട്ടുള്ളത് എന്ന് പേരിന് തോന്നാമെങ്കിലും ഇളകാത്തത് അചേതനമായിട്ടുള്ള വസ്തുക്കളോട് പോലും നമുക്ക് എന്തൊരു താതാത്മ്യമാണ്. നമ്മൾ പറയാറില്ലേ എന്റെ ചോരയും നീരുവാണെന്ന്? ഇല്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന വീടിന് ആണിയടിക്കുന്ന സമയത്ത് എന്ന് പറയാറില്ലേ? കുട്ടികൾ അഥവാ ആണിയടിച്ചാൽ കുട്ടികളെ ശകാരിക്കാറില്ലേ? ഉണ്ട്. ഒരു വീട്ടിൽ ഇങ്ങനെ ആണിയടിക്കുമ്പം അച്ഛൻ അമ്മയോട് പറഞ്ഞു അത്രേ, എടി അവൻ എന്റെ നെഞ്ചത്താണ് ആണിയടിച്ചത്. അമ്മ പേടിച്ചുപോയി. എന്താണടാ നീ കാണിച്ചത്? അച്ഛൻ വെറുതെ ഓരോന്ന് പറയാം, ഞാൻ ചുമരിലാണ് ആണിയടിച്ചത്. എടാ അതെന്റെ ചോരയും നീരാണ്. അച്ഛ ഇത് സിമെന്റും ഇഷ്ടികയാണ്. അവനെ സംബന്ധിച്ച്. പക്ഷെ അച്ഛനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അച്ഛന്റെ വിയർപ്പാണത്. എന്നാ വാടക വീട്ടിൽ പോകുമ്പം അച്ഛൻ തന്നെ ഇവലിപ്പുള്ള ആണിയ മേടിച്ചു കൊടുത്തത്, ഇനി അടിച്ചോ? ഇതേ സിമെന്റ്, ഇതേ ഇഷ്ടിക, ഇതേ ആള് തന്നെയാണ് നിർമ്മിച്ചത്. അതിലില്ല. രണ്ടും നമുക്ക് സാധ്യമാണ്. സംഘവും സംഘമില്ലായ്മയും. രണ്ട് കലയും നാം സ്വായത്തമാക്കിയവരാണ്. ഇത് നമ്മളെ പഠിപ്പിക്കേണ്ട വിഷയമല്ല.
ഒന്ന് അറിയിപ്പിച്ചാൽ മതി, ഓർമ്മപ്പെടുത്തിയാൽ മതി. ഇത്രയേ ഉള്ളൂ സ്വാമിയുടെ ദൗത്യം. ബാക്കി കഴിഞ്ഞു. ഹാവു സ്വാമി, സമാധാനായി. എന്നാ ഇനി മുന്നോട്ട് പോവാം. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ സംഘാതയതി ഹന്തികം. വേദാവിനാശിനം നിത്യം യേനം അജം അവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി കം ഹന്തി. ഭഗവാൻ പറയുന്നു, ഹേ പാർത്ഥ, അല്ലയോ അർജുന, യഹ എന്ന് പറഞ്ഞ യാതൊരുവൻ, ഏനം ഇതിനെ എന്ന് പറഞ്ഞ ഈ ആത്മാവിനെ, അജം എന്ന് പറഞ്ഞാൽ ജനിക്കാത്തത്, നിത്യം എന്നും ഉള്ളതും, അവ്യയം വ്യയമില്ലാത്തത്, വ്യയം അവ്യയം ച്യുതിയില്ലാത്തത്, അവ്യയം അവിനാശിനം നാശമില്ലാത്തതുമായിട്ട് വേദ അറിയുന്നത്. വേദ എന്ന് പറഞ്ഞാൽ അറിയാം. വിത് ധാതുവിന് ജ്ഞാനേ എന്നാണ്, അറിവ്. അതുകൊണ്ട് വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്. അപ്പൊ ആരറിയുന്നു? എങ്ങനെ അറിയണം? ഇത് അജമാണ്, നിത്യമാണ്, അവ്യയമാണ്, അവിനാശിയാണ്. സപുരുഷ, അതറിഞ്ഞവൻ. ഭഗവാൻ പറയുന്നു, അതറിഞ്ഞവൻ. കം കഥം ഖാദയതി, കം ആരെ, കഥം എങ്ങനെ, ഖാദയതി കൊല്ലുന്നു. ഇതാണ് അഹിംസയുടെ മർമ്മം. ആരെ കൊല്ലുന്നു? കം ഹന്തി, ആരെയാണ് ഇവൻ കൊല്ലുന്നത്? കഥം ഖാദയതി, എങ്ങനെ ആരെ കൊല്ലിക്കുന്നു. അപ്പൊ എന്റെ ജോലി കൊല്ലിക്കലുമല്ല, നിനക്ക് കൊല്ലാൻ സാധ്യവുമല്ല. ഇതറിഞ്ഞാൽ. അപ്പൊ ഇതറിയാത്തവനാണ് കൊല്ലുന്നത്. ഇതറിഞ്ഞൊരാൾക്ക് മറ്റൊരാളെ കൊല്ലാൻ പ്രേരിപ്പിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാന്റെ ഉദ്ദേശം അർജുനനെ കൊല്ലാൻ പ്രേരിപ്പിക്കലല്ല. മനസ്സിലാക്കുക. ഇവിടെ നിങ്ങനെ മനസ്സിലാക്കി പോണം. ആരെ കൊല്ലുന്നു, ആര് കൊല്ലുന്നു, ആരെ കൊല്ലിക്കുന്നു. ഒരാൾക്ക് ഒരാളെ പ്രേരിപ്പിച്ച് കൊല്ലിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധ്യമല്ല. ഒരുവൻ ഒരാളെ കൊല്ലാൻ സാധിക്കുമെന്ന് വെച്ചാൽ സാധ്യമല്ല. എവിടെ? ഈ അറിവിൽ. അപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളൊക്കെ അജ്ഞാനദശയിലാണ്, അറിവില്ലായ്മയിലാണ്. എന്താണ് അറിവില്ലായ്മ? അവൻ എനിക്ക് ഭീഷണിയാണ്. അതെ, അവൻ എന്റെ ശത്രുവാണ്. കാരണം എനിക്ക് മിത്രമുണ്ട്. പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ മിത്രത്തെ എണ്ണി, അതുകൊണ്ട് തന്നെ എനിക്ക് ശത്രുവിനെ എണ്ണാതെ പറ്റില്ല. അജാത ശത്രു എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അവന് അജാത മിത്രവും ആയിരിക്കും. അവന് മിത്രവും ഉണ്ടാവില്ല, ജനിക്കില്ല. ശത്രുവും അവന് ജനിക്കാൻ പാടില്ല. അതുകൊണ്ട് കം കഥം ഖാദയതി കം ഹന്തി, ആര് എങ്ങനെ കൊല്ലുന്നു, കൊല്ലിക്കുന്നു, ഒരിക്കലും സംഭാവ്യമല്ല ഈ അറിവിൽ കൊല്ലലും കൊല്ലിക്കലും. അല്ല ഭഗവാനെ, അപ്പൊ ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞുതരാം, ശരിക്കും കേട്ടോളൂ. ഭഗവാൻ പറയുന്നു, വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. മരണം, ജനനം, ഇതിനെക്കുറിച്ച് ഭഗവാൻ നല്ലൊരു ദൃഷ്ടാന്തം പറയുന്നു. വളരെ രസകരമായിട്ട് പറയുന്നു. നരഹ, മനുഷ്യൻ, നരൻ, യഥാ ജീർണാനി, എങ്ങനെയാണോ, ജീർണാനി എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്, ജീർണിച്ച വസ്ത്രങ്ങളെ, പഴകിയ വസ്ത്രത്തെ, വാസാംസി വസ്ത്രത്തെ, വിഹായ, വിഹായ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നത്. അപ്പൊ പഴകിയ വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം, അല്ലെങ്കിൽ കീറിയ വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം എന്ന് മനസ്സിലാക്കുക. മുഷിഞ്ഞ വസ്ത്രത്തെ യഥാ വിഹായ, ഏത് പ്രകാരത്തിലാണ് നാം ഉപേക്ഷിക്കുന്നത്? എന്നിട്ടോ നവാനി അപരാണി ഗൃഹ്ണാതി,
പുതിയ വസ്ത്രത്തെ നാം സ്വീകരിക്കുന്നു. ഇതുപോലെ തഥാ അപ്രകാരം അങ്ങനെ ദേഹി ദേഹത്തെ ധരിച്ചിട്ടുള്ള ആർക്കാണോ ദേഹമുണ്ട് എന്ന ബോധം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ദേഹേ അസ്യ അസ്തി ഇതി ദേഹി ദേഹാഭിമാനവദ്ഭിഹി എന്നൊക്കെ ആചാര്യസ്വാമികൾ പറയും. ദേഹത്തിൽ അഭിമാനമുള്ളവൻ ആ ദേഹി, അവന്റെ കാര്യമാണ് പറയുന്നത്. അവൻ എന്ത് ചെയ്യണു? ജീർണാനി ശരീരാണി, ജീർണിച്ച ശരീരത്തെ വിഹായ ഉപേക്ഷിച്ച് അന്യാനി നവാനി പുതിയ ശരീരത്തെ സംയാതി പ്രാപിക്കുന്നു. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത് മുഷിഞ്ഞ വസ്ത്രം മാറില്ല. അത്രയുള്ളൂ. അതെ, അത്രയുള്ളൂ. മരണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത് മുഷിഞ്ഞ വസ്ത്രം മാറില്ല. അത്രയുള്ളൂ. അതെ, അത്രയുള്ളൂ. റിസർവേഷൻ ഇല്ലാതെ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്കൊരു വരവ് വെക്കേഷനിൽ, ദീപാവലിക്ക് പെട്ടെന്ന് വരും വേണം. അവിടെ കിട്ടിയില്ല. നല്ല പൊരിഞ്ഞ ചൂടും അല്ലേ, വിയർത്ത് കുളിച്ച് അയ്യോ, ബാത്റൂമിന്റെ പരിസരത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ജനറൽ കമ്പാർട്ട്മെന്റിലാ വരവ്. അങ്ങനെ 2 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോ എങ്ങനെ ഉണ്ടാവും? ഒരു പ്രത്യേക മണമായിരിക്കും അല്ലേ, കന്നുകാലിക്ക് പോലും ഉണ്ടാവില്ല അങ്ങനെ ഒരു മണം. ചിലർ ആ മണത്തോടുകൂടി ഇരുന്ന് ചായ കുടിച്ച് സംസാരം തുടങ്ങും, അങ്ങനെ വർത്തമാനം പറയും. അപ്പൊ ഈ വീട്ടിലുള്ളവർ പറയും, ഒന്ന് കുളിക്കും മാമാ, വേഗം പോയിട്ട് അല്ലേ, വേഗം കുളിക്കും. അവർക്ക് പ്രത്യേകം അവരുടെ വസ്ത്രങ്ങൾ ഇടാൻ തന്നെ നമ്മുടെ വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രമുണ്ട്, അഴിച്ചുവെച്ച ഒരു ബാഗ് ഉണ്ട്, അതിൽ പോലും ഇടാൻ സമ്മതിക്കില്ല, വേറെ ഇട്ടോളാൻ പറയും. കാരണം അത് വേറെ തന്നെ അലക്കണം. ആ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടിട്ട് നമ്മൾ കുളി കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ എടുത്തിടുവോ? ആലോചിക്കാൻ പറ്റില്ല അല്ലേ. അതെത്ര എന്താ പറയാ, അതിങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ വിഷമം ഉണ്ടാവുമോ നമുക്ക്? അയ്യോ, ഇത് ഇത്ര വരെ ഡൽഹിയിൽ നിന്ന് ഇതുവരെ ഇതിലൊന്ന് മണത്ത് നോക്കുമോ ഒന്നുകൂടെ? ഇല്ല. കുളിച്ചു കഴിഞ്ഞാൽ അത് തൊടുക പോലും ഇല്ല. ഇനി അഥവാ തൊട്ടാൽ തന്നെ ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇട്ടിട്ട് വീണ്ടും കൈ കഴുകും അല്ലേ, പൈപ്പിലൊന്നും ഇങ്ങനെ. ഇതുപോലെയാണ് അത്ര. ജീർണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുപേക്ഷിക്കും. അപ്പൊ ചിലര് വസ്ത്രം ധരിക്കുന്നത്, വസ്ത്രം ഉപയോഗിക്കുന്നതൊക്കെ വളരെ രസകരമായിട്ടാണ്. അവരൊരു വസ്ത്രം മേടിച്ചു കഴിഞ്ഞാൽ 1 വർഷമൊന്നുമില്ല, ഒരു 3 മാസം 4 മാസമൊക്കെ അവരത്രയും ആ വസ്ത്രം ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ അവർ അത് ഉപേക്ഷിക്കും. ചിലരങ്ങനെയല്ല. ചിലരത് കീറലുണ്ടെങ്കിൽ അത് തുന്നി അതിന് ബട്ടൺസ് വെച്ചു, അത് ടൈറ്റായാൽ അതിനെ സൈഡ് കട്ട് ചെയ്തിട്ട് അതിന് പാകത്തിനുള്ള വേറൊരു തുണി വെച്ച് വലുതാക്കി. മനുഷ്യന്മാരുടെ കേസിലും ഇങ്ങനെ തന്നെയാണ്. കീറൽ വന്നാൽ തുന്നി, ഉള്ളിൽ ബട്ടൺ വെച്ചു, സ്ക്രൂ വെച്ചു, ഇങ്ങനെ ടൈലർ എടുത്ത് അടക്കി കൊണ്ടുപോയി. ചില വസ്ത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ചില ജന്മങ്ങൾ അങ്ങനെയാണ്, മതിയാക്കി അവരങ്ങോട്ട് പോവും. അത്രേ ഉള്ളൂ. ചിലർ വാഹനം മേടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ. ശരീരത്തെ വാഹനമായിട്ട് ഉപനിഷത്ത് കാലം മുതൽ പറയുന്നുണ്ട്. അവർ വാഹനം ഉപയോഗിക്കുന്നതും അങ്ങനെയാണ്. ഒരു 2 വർഷം 1,00,000 കിലോമീറ്റർ ഓടിയാ കൊടുത്തു, അല്ലെങ്കിൽ 50,000 ഓടിയാ കൊടുത്തു, പിന്നെ അവർ പുതിയതെടുക്കും. അതുപോലെ ചിലർക്ക് തോന്നും ഇത് കഴിഞ്ഞു, അവരുടെ ഭൂമിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ അവർ മാറ്റും. ചിലതങ്ങനെയല്ല. ചിലത് വക്ക് പൊട്ടിയാൽ വീണ്ടും ഏച്ചുകൂട്ടി വീണ്ടും അങ്ങനെ പോകേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞത് നല്ല രസമായിട്ടുള്ളൊരു ദൃഷ്ടാന്തമാണ് അല്ലേ. വസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. പുതിയ പുതിയ വസ്ത്രങ്ങൾ ഇങ്ങനെ ധരിക്കുന്നു. ഇത് ശരീരത്തിന്റെ നിലവാരത്തിൽ പറഞ്ഞതാണ്. വസ്ത്രങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പാരമാർത്ഥിക തലത്തിലോ ജനനവുമില്ല മരണവുമില്ല. ശരിക്കും മനസ്സിലാക്കണേ. ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞേക്കരുത്. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ആളുകൾ ഈ ചാക്കരി പരിശോധിക്കുന്നത് പോലെയാ. മാർക്കറ്റിലെ ഒരു കുത്തിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എടുക്കും.
നമ്മുടെ അജ്ഞാനം നമുക്ക് പല വിധത്തിലാണ്. അതുകൊണ്ട് അജോവിസന്ന അവ്യയാത്മ മനസ്സിലാക്കുക. അജോ നിത്യശാശ്വതോയം പുരാണ ന ഹന്യതേ ഹന്യമാനെ ശരീരേ. തുടർന്ന് പറഞ്ഞത്, എങ്ങനെയാണോ ഒരു ആള് മുഷിഞ്ഞ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത്, ഇതുപോലെ ദേഹി, ദേഹത്തെ ധരിച്ചിട്ടുള്ളവൻ, അതും ദേഹി എന്ന് പറഞ്ഞാൽ ധരിക്കലാണ്, വസ്ത്രം പോലെ എടുത്തിട്ടിരിക്കുകയാണ് അത്ര മനുഷ്യൻ എന്നൊരു കുപ്പായം. ഇനി എപ്പോഴാ ഇതൊരു കണ്ടാമൃഗത്തിന്റെ കുപ്പായം എടുത്തിട്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ പലപ്പോഴും അധമവികാരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് മൃഗസദൃശമാകുന്നത്. അതുകൊണ്ടാണ് അത്രേ. അതുകൊണ്ടാണ് ഈ ലഹരി കഴിക്കുമ്പം അവന്റെ ബുദ്ധി നഷ്ടപ്പെടുമല്ലോ. ബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ 4 കാലിലേക്ക് വീഴുന്നത് അതുകൊണ്ടാണ്. പിന്നെ അവന് ഏറ്റവും പറ്റിയത് ഇത് തന്നെയാണ്, ഇങ്ങനെ പോകാനാണ്. അതുകൊണ്ടാണെന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ വസ്ത്രങ്ങളാണ്. നോക്കുക, അങ്ങനെ നോക്കുമ്പോൾ വിശ്വത്തിൽ കാണുന്നതോ ഒരുപാട് വസ്ത്രങ്ങളുണ്ട്. ഈ ജീവജാലങ്ങളൊക്കെ വസ്ത്രങ്ങളാണ്. അപ്പൊ വസ്ത്രം അങ്ങനെ ഇട്ടിരിക്കുക. ഏത് വസ്ത്രമാണ് നമുക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നുന്നത്, അതിനെ സ്വീകരിക്കാം. നല്ലതെന്ന് തോന്നുന്നത്, ഇപ്പൊ കിട്ടിയ വസ്ത്രം നല്ല തരക്കേടില്ല എന്ന് തോന്നുമെങ്കിൽ കുറെ കാലം ഇട്ടോളൂ. മതിയായി തോന്നുമ്പം ജീവിതം ഉപേക്ഷിച്ചു പോകുന്നു വേണ്ട, പോട്ടെ. ഈ വസ്ത്രം എത്ര കാലം പോകുന്നു അത്ര കാലം പോട്ടെ. ടൈലറുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് വലുതാക്കണമെങ്കിൽ വലുതാക്കിക്കോളൂ, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കിക്കോളൂ. അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ ഉണ്ട്. ആശുപത്രി ഉണ്ട്, ബ്യൂട്ടി പാർലറുകളുണ്ട്. ഇതൊക്കെ ഇതിന്റെ പരിരക്ഷണയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പോവാം. ഒപ്പം അറിയണം, എന്താ ഇത് കേടുപാട് സംഭവിച്ചാലും ഇത് ഇങ്ങനെയൊക്കെ ഇതിനെ റിപ്പയർ ചെയ്താലും ഇതൊരു ദിവസം ഇല്ലാതെയാവും, എന്നിട്ട് പുതിയത് സ്വീകരിക്കാം. ഇവിടെ ഒരു കാര്യം, പുതിയത് സ്വീകരിക്കുന്ന സമയത്ത് പഴയത് ഉപേക്ഷിക്കുന്ന സമയത്ത് ഇതിന് രണ്ടിനും നമുക്ക് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അതൊരു സൗകര്യമാണ്. അല്ലെങ്കിലും നമ്മളോടിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുമോ അങ്ങനെ? ഒരു ആചാര്യൻ ഇത് വളരെ ഭംഗിയായിട്ട് ചോദ്യരൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്. ഭഗവാൻ നമ്മളോട് വന്നിട്ട്, നിങ്ങളെ ഞാൻ വീണ്ടും ഇന്നലകളിലേക്ക് കൊണ്ടുപോകാം, അതായത് 1-ാമത്തെ വയസ്സ് മുതൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഇനിയും അവസരം തരാം, തൊട്ടിൽ പ്രായത്തിലേക്ക് കൊണ്ടുവരാം, തൊട്ടിലേക്ക്. പക്ഷേ നല്ല വികസിതമാർന്ന ബുദ്ധി, ശരീരത്തിനൊന്നും യാതൊരു വിധത്തിലുള്ള പോരായ്മകളും ഇല്ലാതെ അങ്ങേയറ്റത്തെ ഓജസ്സും തേജസ്സോടും കൂടിയിട്ടുള്ള ശരീരം ഒക്കെ പ്രദാനം ചെയ്യാം എന്ന് ഭഗവാൻ ഓഫർ ചെയ്തു. ഒരാൾ ഓഫർ ചെയ്തു. നമുക്ക് ഭഗവാൻ എന്നിരിക്കട്ടെ, അങ്ങനെയൊക്കെ തരാൻ കഴിവുള്ള ഒരാൾ ഭഗവാനാണല്ലോ. എന്നിട്ട് ഭഗവാൻ ചോദിക്കുന്നത് ഇതാണ്, ഇന്നലകളിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു? അപ്പൊ നമ്മളിപ്പോ 40-ാമത്തെ വയസ്സിൽ നിന്നായിരിക്കും ഒരാൾ 1-ാമത്തെ വയസ്സിലേക്ക് പോകുന്നത്. ഇതേ ബുദ്ധിയാണ് തരാൻ പോകുന്നത്. ഇതിലും ഫ്രഷായിട്ട്, അതായത് ഒരു സ്ലേറ്റിൽ നിറയെ എഴുതി വെച്ചിരിക്കുക, അതിനെ ഇങ്ങോട്ട് തുടച്ച് വട്ടിപ്പാക്കിയിട്ട് വീണ്ടും ഇട്ട് തരിക. അല്ലെങ്കിൽ ഒരു ക്ലോക്കിനെ നേരെ തിരിച്ച് വീണ്ടും 12-ൽ നിർത്തുക. നമ്മുടെ ജീവിതമാകുന്ന ക്ലോക്കിനെ 40 വർഷം പോയ ഒരാളെ തിരിച്ച് വീണ്ടും 1-ൽ വെച്ചു. അത് യയാതി പണ്ട് ചെയ്തത്. പുത്രന്റെ അടുത്തുനിന്ന് യൗവനം വാങ്ങി എന്ന് ഈ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു, അതിനെ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? കാലാനുസൃതമായിട്ട് നമുക്ക് തോന്നുന്നത് ഏറെക്കുറെ ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മകന്റെ ജീൻസ് മേടിക്കുക, അവന്റെ ഷർട്ട് മേടിക്കുക, ജീൻസും ടീഷർട്ടും നടക്കുക എന്ന് പറയാം. അച്ഛനും മോനെയും കണ്ടു കഴിഞ്ഞാൽ ജ്യേഷ്ഠനും അനിയനുമാണെന്ന് ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഒരു തെളിച്ചമുണ്ടല്ലോ, വലിയ സന്തോഷമാവുന്നു പറയാം. ഇതാണ് പണ്ട് യയാതി ചെയ്തത്. എന്താ സ്വാമി പറഞ്ഞത് വിട്ടുപോയി. ക്ലോക്ക് തിരിച്ചു വെക്കല്. അപ്പൊ ഇങ്ങനെ തിരിച്ചു വെച്ച് ഇതിനൊരു അവസരം, അതായത് 40 വയസ്സുകാരനൊന്ന്, 20 വയസ്സുകാരനൊന്ന്,
90 ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും 1. ഇങ്ങനെ പല ദശയിലുള്ളവർക്ക് വീണ്ടും ആരംഭം മുതൽ കഴിയാനൊരു അവസരം തന്നാൽ, ഭഗവാന്റെ ചോദ്യം ഇതാണ്: ഇന്നലകളിൽ എങ്ങനെയാണ് ഞാൻ ജീവിച്ചത്, അതുപോലെ തന്നെയാണോ ഞാൻ നാളെയും ജീവിക്കുക? എന്റെ കർമ്മങ്ങൾക്ക്, എന്റെ ചിന്തകൾക്ക്, എന്റെ ഇടപെടലുകൾക്കെല്ലാം വള്ളി പുള്ളി കുത്ത് കോമ വിസർഗത്തിന് മാറ്റം വരാതെ എന്റെ ഇന്നലകൾ എങ്ങനെയായിരുന്നു ഭഗവൻ, അതുപോലെ തന്നെയായിരിക്കും അങ്ങനെക്ക് വീണ്ടും അവസരം തന്നാൽ എന്ന് ആരെങ്കിലും ഈ ഇരിക്കുന്ന ഇക്കൂട്ടത്തിൽ ആരെങ്കിലും പറയുമോ? ഉണ്ടെങ്കിൽ ശരിക്ക് കൈ ഉയർത്തി പറയണം. നിങ്ങൾ ചൊറിഞ്ഞതല്ലേ? അതെ സ്വാമി, അല്ലെങ്കിൽ ഭഗവാൻ, എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയ. എന്റെ കല്യാണം 26 വയസ്സിലായിരുന്നു. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള കല്യാണം. ഞാൻ അതേ വീട്ടിൽ തന്നെ പോവും, അവളെ തന്നെ കല്യാണം കഴിക്കും. അതേ മക്കൾ തന്നെ എനിക്ക് വേണം, അതേ 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ. അതേപോലെ ഞാൻ അവനെ മെഡിസിനായിരുന്നു പഠിപ്പിച്ചത്, അത് തന്നെ ഞാൻ പഠിപ്പിക്കും. ഞാനൊരു വീട് വെച്ചിരുന്നു ഇന്നടത്ത്, അവിടെ തന്നെ ഞാൻ വീട് വെക്കും. ഇങ്ങനെ ഞാൻ കണ്ടെത്തിയ വധുവില് അല്ലെങ്കിൽ വരനില് എന്റെ സന്താനങ്ങളെക്കുറിച്ച്, എന്റെ അച്ഛനെക്കുറിച്ച്, എന്റെ അമ്മയെക്കുറിച്ച്, ഏതൊരു ഗൃഹത്തിലാണോ ഞാൻ ജാതമായത് അവിടെ തന്നെ ഞാൻ, എന്റെ ഗ്രാമം, എന്റെ പട്ടണം, എന്റെ ഭാഷ, എന്റെ ഈ സർവോപരി എന്റെ മാതൃഭൂമി, അല്ലേ? ഭഗവാനെ എവിടെ വേണമെങ്കിൽ ജനിക്കാന്നാണോ? എന്നാ എങ്ങനെയെങ്കിലും എന്നെ അമേരിക്കയിൽ, അല്ലേ? പണ്ടൊരു നീഗ്രോ കുട്ടി, അവൻ പ്രാർത്ഥിച്ചു ഇംഗ്ലീഷുകാരനാവാൻ പറ്റണേന്ന്. കുട്ടിയുടെ പ്രാർത്ഥനയാണല്ലോ. ഒരുപാട് കേട്ടപ്പോൾ ഭഗവാന് തോന്നി ഇവനെ ഇംഗ്ലീഷുകാരനാക്കാമെന്ന്. ഭഗവാൻ അവനെ ഒരു ഇംഗ്ലീഷുകാരനാക്കി. അവൻ നോക്കിയ സമയത്ത് അവൻ അത്ഭുതപ്പെട്ടു. നീഗ്രോ ഇംഗ്ലീഷുകാരനായി. അവന് സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടി. അവൻ അവന്റെ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ചേച്ചി നോക്കൂ, ഞാൻ ഇംഗ്ലീഷുകാരനായിരുന്നു. ചേച്ചി പറഞ്ഞു, എനിക്ക് കോളേജിൽ പോവാൻ സമയമായി, നീ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ, എനിക്ക് അതിനൊന്നും സമയമില്ല. അവൻ ഓടി അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനൊരു ഇംഗ്ലീഷുകാരനായിരുന്നു. അമ്മ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കൂ, ഞാൻ അടുക്കളയിൽ ഒരു ജോലി ചെയ്യാമെന്ന്. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഡാഡി ഞാനൊരു ഇംഗ്ലീഷുകാരനായി. അച്ഛൻ പറഞ്ഞു, ഞാൻ ഷേവ് ചെയ്യട്ടെ, നീ എന്നെ ഷേവ് ചെയ്യുന്നത് തെറ്റിക്കരുത്, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, നീ അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ അവൻ പറഞ്ഞു, ഈ പരട്ട നീഗ്രോകൾ ഒരു കാലവും നന്നാവില്ല. ഒരു സെക്കൻഡ് അവനവന്റെ വംശത്തെ തന്നെ പൂർണ്ണമായി തിരസ്കരിക്കുന്നു എന്ന് പറയാം. ഇതുപോലൊരു അവസരം കിട്ടിയാൽ നാം നമ്മുടെ ഇന്നലകൾ ചെയ്തത് ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പം ഇന്നലകളിൽ നാം അനുവർത്തിച്ച് വന്നതെല്ലാം പാഴായിരുന്നു എന്നും വ്യർത്ഥമായ കർമ്മങ്ങളായിരുന്നുവെന്നും നമ്മളുടെ ഒരു കുംഭസാരമാണ്, അല്ലേ? അതുകൊണ്ട് ഗീത നമുക്കൊരു പുതിയ ജീവിതമായിരിക്കണം തരുന്നത്. ഇന്നലകളെയൊക്കെ സാർത്ഥകമാക്കാൻ പോകുന്നത്, അതിനെയൊക്കെ ഉജ്ജ്വലമാക്കി ഉത്സവമാക്കാൻ പോകുന്നത്. ഇത് ഞാൻ അറിയണം. ഞാൻ ജനിക്കാത്തവനാണെന്ന് ഞാൻ അറിയുമ്പം എന്റെ എല്ലാ പരിമിതികളെയും ഞാൻ അതിലെങ്കിൽ എല്ലാറ്റിനെയും ഞാൻ അതിവർത്തിക്കും. എല്ലാറ്റിൻ്റെയും അപ്പുറത്തേക്ക് എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കും എന്ന് പറയാം. ഇപ്പൊ എന്തൊക്കെ പരിമിതികളുണ്ടോ അതെല്ലാം. അതുകൊണ്ട് മരണം എന്നാൽ ഇങ്ങനെ അറിയാം. ഇനി ഭഗവാൻ വീണ്ടും ഇതിന്റെ ഈ ആത്മാവിന്റെ നിത്യതയെ, നമ്മുടെയൊക്കെ നിത്യതയെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. ഭഗവാൻ ആത്മാവിന്റെ ലക്ഷണത്തെയും ശരീരത്തിന്റെ ലക്ഷണത്തെയും അർജുനന്റെ മുൻപിൽ അവതരിപ്പിച്ചു. ആത്മാവ് അനശ്വരമാണെന്നും ശരീരം നശ്വരമാണെന്നും. അതുകൊണ്ട് ഇവിടെ ആത്മാവിന്റെ ലക്ഷണം പറയുമ്പം ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരത്തിന് 6 വികാരങ്ങൾ
വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ പരിണാമം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഷഡ്വികാരവതേത സ്ഥൂല ശരീരം, സ്ഥൂല ശരീരത്തെക്കുറിച്ചുള്ള നിർവചനം ഇതാണ്. രണ്ട് നിർവചനങ്ങളാണ്. ഒന്ന് ഷഡ്വികാരങ്ങൾക്ക് വിധേയം, രണ്ടാമത്തത് ത്വങ് മാംസ രുതിര സ്നായു മേധോ മജ്ജാസ്തി സങ്കുലം മൂത്രം പൂർണ്ണപുരീഷാഭ്യാം സ്ഥൂലം നിന്ദ്യമിതം വപുഹു. ഈ വപുസ്സിനെ നിന്ദ്യം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. കാരണം സപ്തധാതുക്കളാൽ നിർമ്മിതമാണ്. ത്വക്ക്, മാംസം, രക്തം, ഞരമ്പ്, എല്ല്, എല്ലിനകത്തുള്ള മജ്ജ, കൊഴുപ്പ് ഇത്യാദികളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ആത്മാവോ, ആത്മാവ് ഈ വികാരങ്ങൾക്ക് അതീതമാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്താണ്? ആദ്യത്തെ വികാരം ഉണ്ടാകുക എന്നുള്ളതാ, അസ്ഥി. അസ്ഥി എന്ന വികാരത്തെയാണ് ഇവിടെ ന ജായതേ എന്നതുകൊണ്ട് നിഷേധിച്ചത്. നമ്മളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആത്മാവ് ഉണ്ടായിട്ടില്ല, അസ്ഥി. അതുകൊണ്ട് ന ജായതേ. രണ്ടാമത്തെ വികാരം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, പിന്നീടുള്ള നിലനിൽപ്പ്. അതിനെയാണ് വർദ്ധതേ എന്ന് പറയുന്നത്. അതിനെവിടെ നായം ഭൂത്വ എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ വികാരത്തെയും നിഷേധിച്ചു എന്ന് പറയാം. തുടർന്ന് അതിന്റെ മൂന്നാമത്തെ വികാരമായിട്ടുള്ള അസ്ഥി ജായതേ വർദ്ധതേ, അത് വർദ്ധിക്കുന്നു എന്നുള്ളതിന് എന്താണ് ഇവിടെ പറഞ്ഞു? അതെന്താണ്? പുരാണം എന്ന് പറയാം, പണ്ടേക്കുള്ളതാണ്. അതുകൊണ്ട് വളരെ മുൻപേ ഉള്ള ഒന്നിന് പിന്നെ വളരേണ്ടതായിട്ടുള്ളത് ഇല്ല എന്ന് പറയാം. പിന്നെ അതുപോലെ നാലാമത്തെ വികാരമായിട്ടുള്ള അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ, വിപരീണം, മാറ്റം. മാറ്റത്തെ ഇവിടെ നിഷേധിച്ചു, അത് നിത്യം എന്ന് പറഞ്ഞു. തുടർന്ന് അപക്ഷയം. അപക്ഷയം എന്ന് പറഞ്ഞാൽ കുറവ്. ആ കുറവ് ഇതില് എന്താ പറയാ, നിഷേധിച്ചു എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ അത് ശാശ്വതം. പിന്നെ വിനശ്യതി എന്നുള്ളതിനെ നിഷേധിക്കുന്നു, ന മ്രിയതേ. ഇങ്ങനെ 6 വികാരങ്ങളെയും അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ വിനശ്യതി, ഉണ്ടായി നിലനിന്ന് വളർന്ന് പരിണമിച്ച് ക്ഷയിച്ച് ഇല്ലാതെയാകുന്നതല്ല ആത്മാവെന്നും ആത്മാവ് നിത്യമാണെന്നും ഭഗവാൻ അർജുനനെ ബോധിപ്പിച്ചു എന്ന് പറയാം. തുടർന്ന് പറഞ്ഞു, ദേഹി ദേഹത്തെ സ്വീകരിക്കുന്നതും ആ ദേഹത്തെ ഉപേക്ഷിക്കുന്നതും വസ്ത്രത്തെ മാറുന്നത് പോലെയാണ്. ഇവിടെ ഒരു സംശയം ഉണ്ടായിരുന്നു. രസകരമാണ് ചോദ്യം, എങ്കിലും അത് രസമാണെങ്കിലും അതൊരു അതൊന്നുകൂടെ മനസ്സിരുത്തി കഴിഞ്ഞാൽ ആ സംശയം തീരാവുന്നതാണ്. ആത്മാവിന് നാശമില്ല, ആത്മാവ് വളരുന്നില്ല, പെരുകുന്നില്ല, ക്ഷയിക്കുന്നില്ല. എന്നാൽ സ്വാമി ജനസംഖ്യ വർദ്ധിക്കുന്നുവല്ലോ എന്ന് അല്ലെ? ചോദ്യത്തിൽ തന്നെ രസമുണ്ട്. ഒരു തമാശയുള്ള ഒരു കുസൃതി ചോദ്യമാണ്. ഏതോ ഒരു കുസൃതി ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ചോദ്യം എഴുതിയിട്ട്. അല്ലെ, ആത്മാവില് ജനിമൃതികളൊന്നുമില്ല എന്ന് പറയാം. ജനസംഖ്യ, അതിന്റെ ജനസംഖ്യയുടെ പെരുപ്പം, ഇതൊക്കെ കേവലം സാപേക്ഷികമാണ്. അത് മറ്റു പലതിനെയും ആശ്രയിച്ച് നിലകൊള്ളുന്നു എന്ന് പറയാം. പലതിനെയും ആശ്രയിച്ചാണ്. ജനസംഖ്യ നാം എങ്ങനെയാണ് നാം കണക്കാക്കിയത്? ജനസംഖ്യയെക്കുറിച്ച് വിസ്തൃതമാർന്ന നമ്മുടെ ഭൂമി, ആ ഭൂമിക്കുള്ളിൽ അധിവസിക്കുന്ന ജനങ്ങൾ, ദേശകാലാതീതമായിട്ടുള്ള ഒരു തത്വത്തെക്കുറിച്ച് പറയുമ്പം അതുകൊണ്ട് സ്വാമി ഒന്നുകൂടെ അപേക്ഷിക്കുന്നു, വ്യാവഹാരിക സത്യവും പാരമാർത്ഥിക സത്യവും. വ്യവഹാരത്തിൽ ഈ ജനസംഖ്യയൊക്കെ നമുക്ക് പറയാം. ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ വിസ്തൃതി എത്രയാണ്? ആ വിസ്തൃതമാർന്ന രാജ്യത്തിൽ എവിടെയൊക്കെ നാം വസിക്കുന്നു? മറ്റു പല രാജ്യങ്ങളുടെ വിസ്തൃതി എത്രയാണ്? അപ്പൊ ജനങ്ങൾക്ക് വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ ജനസംഖ്യ അധികരിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അത് വളരെ പ്രായോഗികമാണ്, നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിന് നാം ചെയ്യേണ്ടുന്നത് എന്താണ്? നമുക്ക് ആലോചിച്ചാൽ അറിയാം എങ്ങനെ അതിനെ നിയന്ത്രിക്കാം എന്നൊക്കെ. അങ്ങനെ ഒരു സംശയത്തെ അതിൽ കൂടുതൽ ആഴത്തിൽ ഒരു ചർച്ച വേണം എന്ന് തോന്നുന്നില്ല. ആത്മാവിന്റെ ലക്ഷണമാണ് പറയുന്നത്, ശരീരത്തിന്റെ ലക്ഷണവും പറഞ്ഞു. തുടർന്ന് ഭഗവാൻ പറയുന്നു, ഇത് അതെ, എങ്ങനെയാണോ നാം വസ്ത്രം മാറുന്നത്
ആ വസ്ത്രം മാറുന്നത് പോലെ ശരീരം ക്ഷയിച്ച് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു. എവിടെ? ജനിക്കുന്ന ഒരാളിൽ. ആദ്യം തന്നെ ഈ സത്യത്തെ പറഞ്ഞു. ഇതിനെന്തില്ല? ജനനവുമില്ല, മരണവുമില്ല. അതാണ് നമ്മുടെയൊക്കെ സ്വരൂപം. ഒരു ദിവസം മുല്ല നസറുദ്ദീൻ വീട്ടില് കടന്നുറങ്ങ. ആളല്പം സേവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വഴിയിൽ രാത്രിയാണ്, വഴിയിലൂടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ആ വഴിയിൽ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്, ആ വഴിയിൽ ആരോ വീണ് കിടക്കുന്നു. മരിച്ചതാണത്, മരിച്ചു ആള്. അപ്പൊ രണ്ടുപേര് വന്ന് രാത്രി മുല്ലയുടെ വീട്ടിന് കതക് മുട്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ ഇദ്ദേഹം തന്നെ കതക് തുറന്നു പുറത്തു വന്നു. അപ്പൊ അവർ അത്ഭുതപ്പെട്ടു. ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നുവല്ലോ, എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അവിടെ നിങ്ങളെപ്പോലെ ഒരാള് റോഡിൽ മരിച്ചു കിടക്കുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതെ അതെ. അദ്ദേഹം എങ്ങനെയുണ്ട് കാണാൻ? കാണാൻ അങ്ങേ പോലെ തന്നെ. എന്നെ പോലെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ. അദ്ദേഹം എന്താ ധരിച്ചത്? കറുപ്പ് പാന്റ്. കറുപ്പ് പാന്റ്. എന്താ ഷർട്ട്? വെള്ള ഷർട്ട്. വെള്ള ഷർട്ട്. കോട്ടിട്ടിട്ടുണ്ടോ? കോട്ടിട്ടിട്ടുണ്ട്. എന്താ കോട്ടിന്റെ നിറം? കോട്ടിന്റെ നിറം ഒരു ചാര നിറം. എന്നാ വേറെ ആരോ ആണ്, ഞാനല്ല. നിങ്ങൾ ആളെ മാറിപ്പോയി, പോയിക്കോളാം. ഇതിലൊരു നർമ്മമുണ്ട് എന്ന് പറയാം. അത് ആഴത്തിൽ മനനം ചെയ്യേണ്ട ഒന്നാണ്. ഇതൊരു തമാശ രൂപത്തിൽ പറയുമെങ്കിലും എല്ലാ കഥകളൊക്കെ അങ്ങനെയാണ്, ആഴമുള്ളതാണ്, ധ്യാനത്തിന് വിഷയമാക്കാവുന്നതാണ്. എന്നാൽ ഞാനല്ല മരിച്ചത്, വേറെ ആരോ എന്ന് പറയുമ്പം ശരിക്കും നാം ഈ വസ്ത്രം തന്നെയാണ്. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു വസ്ത്രമാണ്. വസ്ത്രം മാറുമ്പോൾ ഞാൻ മാറുന്നുണ്ടോ? ഇല്ല എന്ന് പറയും. അതറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. വസ്ത്രത്തിന്റെ മാറ്റത്തിൽ നമുക്കെന്തില്ല? മാറ്റമില്ല. ഹരി എല്ലാവർക്കും നമസ്കാരം. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു വസ്ത്രമാണ്. വസ്ത്രം മാറുമ്പോൾ ഞാൻ മാറുന്നുണ്ടോ? ഇല്ല എന്ന് പറയും. അപ്പൊ വസ്ത്രത്തിന്റെ മാറ്റത്തിൽ നമുക്കെന്തില്ല? മാറ്റമില്ല. ഈ തത്വം മനസ്സിലാകാൻ വിഷമമായിട്ടുള്ളവർക്ക് വേണ്ടി സ്വാമി വേദാന്തത്തിലെ ഒരു ദൃഷ്ടാന്തം പറയാം. അതിൽ ക്ലിയർ ആവണം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു കുടം, ഘടം എന്ന് പറയും, ഒരു മൺകുടം. മൺകുടത്തിനകത്ത് ഒന്നുമില്ല, എംപ്റ്റിയാണ്, കാലിയാണ്. എന്നാൽ അതിനകത്ത് ആകാശമുണ്ട്, സ്പേസ് ഉണ്ട്. നിങ്ങൾ ഇവിടെ ഒരു മൺകുടം എടുക്കുന്ന സമയത്ത് അതിനകത്ത് ആകാശമുണ്ട്. അതിന് വേദാന്തത്തില് ഘടാകാശം എന്ന് പറയും. പുറത്തുള്ള ആകാശത്തെ മഹാകാശം എന്ന് പറയും. ഘടത്താൽ ആകാശം പരിമിതമാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഈ ഘടത്തിനകത്തുള്ള ആകാശം പരിമിതമാണ്. എങ്ങനെ? ഘടത്താൽ. ഘടം അതിനെ ആവരണം ചെയ്തിരിക്കുന്നു. മാത്രമല്ല അതിന്റെ വിസ്തൃതി പരിമിതമായിട്ട് ആ ആകാശം നിലകൊള്ളുന്നു. ഈ ഘടത്തെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോവാം. ഈ കൊണ്ടുപോകുന്ന സമയത്ത് മഹാകാശത്തിന് എന്തുണ്ടാകുന്നില്ല? വൃദ്ധിയോ ക്ഷയമോ പരിണാമമോ മറ്റെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ചിന്തിക്കൂ. ഇനി ചിന്തിക്കാൻ ഇന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോവുക, ഒരു ചട്ടി എടുക്കുക, ഇങ്ങനെ നടക്കുക. അപ്പൊ ഇതെങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോവാം. എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് ഈ ഘടം പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഘടാകാശവും മഹാകാശവും തമ്മിൽ ലയിക്കുന്നു എന്ന് ഭാഷാപരമായി പറയാം. അവിടെ ലയനവുമില്ല, അത് മുമ്പേ അത് തന്നെയായിരുന്നു. ഘടത്താൽ അതൊരിക്കലും പരിമിതപ്പെട്ടിട്ടില്ല. ഈ ഒരു സത്യം സെൻ ബുദ്ധിസത്തില് ഒരു സെൻ സന്യാസിനി ഇതിനെ സാക്ഷാത്കരിക്കുന്നുണ്ട്. അവർക്ക് ഈ ക്ലാസ് നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നതാ ഗുരുവിൽ നിന്ന്. പക്ഷെ അവർക്ക് മനസ്സിലായിട്ടില്ല ഇത് എങ്ങനെയാണ് എന്ന്. ഒരു ദിവസം പൂർണ്ണചന്ദ്രനുള്ള ദിവസം അവര് രാത്രി ആശ്രമത്തിൽ നിന്ന് പൊയ്കയിലേക്ക് വെള്ളം എടുക്കുന്നതിനായിട്ട് പോയി. വെള്ളം എടുത്ത് അവരിങ്ങനെ എടുത്തങ്ങനെ വരുന്ന നോക്കിയപ്പം അതിനകത്ത് ചന്ദ്രൻ.
അപ്പൊ അവരങ്ങനെ നടന്നു അങ്ങനെ വന്നു, ചന്ദ്രനെ നോക്കിക്കൊണ്ട്. എവിടെയോ വെച്ച് കയ്യിൽ നിന്ന് അത് വീണു, അത് പൊട്ടി. അപ്പൊ അവര് മുകളിലേക്ക് നോക്കിയപ്പം ചന്ദ്രൻ അവിടെ തന്നെ. ആ നോക്കി അവരവിടെ ഇരുന്നു. അവര് സമാധിയെ പ്രാപിച്ചു. സമാധി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്നല്ല, ഈ സത്യം അവർക്ക് വെളിപ്പെട്ട് കിട്ടി. ഇതിന്റെ അകത്തായിരുന്നു എന്നതും എന്താണ് ഇവിടെ സംഭവിച്ചെന്നതും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ്, കഥകളാണ്. അപ്പൊ പരിമിതം എന്നത് വെറും തോന്നല് മാത്രം. നന്നായിട്ട് മനനം ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ശ്ലോകങ്ങൾ മനസ്സിലാവൂ. കുടത്തിന്റെ ഉദാഹരണം എടുത്തോളാം. അപ്പൊ നമ്മളൊക്കെ ഓരോ കുടങ്ങളാണ്. അപ്പൊ എത്ര കുടം ഉണ്ടായിക്കഴിഞ്ഞാലും അതിലെന്തില്ല. ഇനി ഈ ആകാശം എന്നത്, ആകാശത്തെ പോലും ധരിച്ചിരിക്കുന്നതാണ് ആത്മാവ്. ആകാശം എന്ന് മനസ്സിലാക്കി കളയരുത്. ആകാശം എന്ന് പറഞ്ഞാൽ മുകളിൽ കാണുന്നതല്ല, സ്പേസ്, ഇടം. ആകാശത്തെയും ധരിച്ചിരിക്കുന്നു ആത്മാവ്. അതിലാണ് ഇതെല്ലാം. മഹാകാശം എന്ന് പറയുമ്പം ഭൂമിയെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഈ ബ്രഹ്മാണ്ടത്തെ പോലും അത് ധരിച്ചിരിക്കുന്നു. അതിനെന്തില്ല, ഈ പറഞ്ഞ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകലില്ല. പിന്നെ ജീവൻ എന്നത് എന്താണ്? അത് മാറി വരുന്നതാണ്. ഓരോ രൂപങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നു, അതിനെ ശരീരമെന്ന് പറയുന്നു. തുടർന്ന് ആത്മാവിന്റെ അനശ്വരതയെ വീണ്ടും ഭഗവാൻ അർജുനന്റെ മുൻപിൽ അവതരിപ്പിക്കണം. നോക്കാം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപഃ ന ശോഷയതി മാരുതഃ. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ. ഏനം ന ഏനം, അതാണ് നൈനം. ഏനം എന്ന് പറഞ്ഞാൽ ഇതിനെ, ഇവനെ. പറയുന്നത് നോക്കിക്കോളൂ, ഓരോരോ പ്രയോഗങ്ങൾ. ഇതിനെ, ഇവനെ, അയം, അത് എന്നൊക്കെയാണ്. ഇതിനെ ശസ്ത്രാണി എന്ന് പറഞ്ഞാൽ ശസ്യതേ അനേന ഇത് ശസ്ത്രാണി എന്ന് പറഞ്ഞാൽ ഹിംസിക്കുന്നത്, മുറിക്കുന്നത്, ഛേദിക്കുന്നത് എന്ന്. അതുകൊണ്ട് അതിനെ ശസ്ത്രം എന്ന് പറഞ്ഞു. ശസ്ത്രങ്ങൾ, ആയുധങ്ങൾ എന്തില്ല, ന ചിന്തന്തി, അതിനെ മുറിക്കുന്നില്ല എന്ന് പറയാം. അപ്പൊ ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയിൽ ആത്മാവിന് മുറിവേൽക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറയും. ഒരു മഹാത്മാവ് പറയും, ഓപ്പൺ ഹാർട്ട് സർജറിയെ കുറിച്ച് പറയുമ്പോൾ പറയാം, ഇന്ന് തുറന്ന ഹൃദയ ശസ്ത്രക്രിയകൾ നടക്കുന്നു ഇന്ന്. അതേസമയം ഇന്ന് ഹൃദയം അടച്ചിട്ടുള്ള പ്രവൃത്തികളാണ് നടക്കുന്നത് എന്ന് പറയാം. ഹൃദയം തുറന്ന ശസ്ത്രക്രിയയിലേക്ക് നമ്മുടെ ആധുനിക ശാസ്ത്രം വികസിച്ച സമയത്ത് ആധുനികനായ മനുഷ്യൻ, പൗരാണികൻ ഹൃദയം തുറന്ന കർമ്മങ്ങൾ ചെയ്തവനായിരുന്നു. എന്നാൽ ഈ ആധുനികൻ ഹൃദയം അടച്ചുകൊണ്ടുള്ള കർമ്മങ്ങളുടെ സൃഷ്ടാവായി, അല്ലെങ്കിൽ അതിന്റെ കർത്താവായി എന്ന് പറയാം. ഒരു ഭാഗത്ത് നാം അങ്ങേയറ്റം വികസിച്ചവരാണ്, മറുഭാഗത്തോ. അതുകൊണ്ടൊരു പാശ്ചാത്യ ചിന്തകൻ ആധുനിക മനുഷ്യനെ നിർവചിക്കുകയുണ്ടായി. ഈ കൂട്ടിലടച്ച കരിങ്കുരങ്ങാണത്രേ അവൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അസ്വസ്ഥൻ, അഴിയൊക്കെ പിടിച്ചങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നവൻ. ചിന്മയാനന്ദ സ്വാമികൾ പറയും കംഫർട്ടബിളി മിസറബിൾ എന്ന് പറയാം. എല്ലാ സൗകര്യങ്ങളിലും അസ്വസ്ഥൻ. അപ്പം ആയുധങ്ങൾ ഇതിനെ മുറിക്കുന്നില്ല. അപ്പൊ ഒരു ശസ്ത്രക്രിയയിൽ ആത്മാവിന് മുറിവേൽക്കുന്നുണ്ടോ? ഇല്ല. ധൈര്യമായിട്ട് പോയിക്കോളും ഏത് ശസ്ത്രക്രിയയ്ക്കും. അതുകൊണ്ടാണ് രമണ മഹർഷിക്ക് പറയാൻ സാധിച്ചത്. രമണ മഹർഷിയോട് കൈക്ക് ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യം വന്നപ്പോൾ മഹർഷിയോട് അനസ്തേഷ്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, അതിന് സാധിച്ചു അത്ര. അപ്പൊ വേദാന്തികൾക്കെല്ലാം അത് സാധിക്കണം എന്നൊന്നുമില്ല. അനസ്തേഷ്യ വേണ്ടെടുത്ത് അത് ചെയ്യട്ടെ, നടക്കട്ടെ എന്ന് പറയാം. അതായത് ഒരു ആള്
ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടി. ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ വഴിയെ ഓടി. എന്തിനാ? അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തിനാ ഓടിയത്? അപ്പൊ പറഞ്ഞു, എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി കിടത്തി. ശരി, എന്നിട്ട്? അപ്പൊ കിടത്തിയപ്പം പറഞ്ഞു, അവരിങ്ങനെ പറയുന്നുണ്ട്, ഒരു ചെറിയ ഓപ്പറേഷനാണ്, വളരെ ചെറുതാണ്, വെരി സിമ്പിൾ. അതെ. അതിന് നീ എന്തിനാ ഓടുന്നത്? വളരെ ചെറിയൊരു മുഴയാണ്, അതൊന്ന് എടുത്ത് കീറിയൊന്ന് ഒരു 2 സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. നീ എന്തിനാ ഓടിയത്? അതെ, അത് ആദ്യത്തേതാണല്ലോ, അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞു. അതെ, ആദ്യത്തേതാണ്, അതിന് പരിഭ്രമത്തിന്റെ ആവശ്യമില്ല എന്നല്ലേ പറഞ്ഞത്? അതെ, പിന്നെന്തിനാ നീ ഓടുന്നത്? അതെ, എന്നോടല്ല, നേഴ്സ് ഡോക്ടറോടാ പറയുന്നത്. ആദ്യത്തേതാകുമ്പോ പരിഭ്രമിക്കേണ്ട, കാരണം അയാൾ പഠിക്കുന്ന ആളാണ്. ആദ്യത്തെ മുറി അയാൾ എഴുന്നേറ്റ് ഓടി എന്ന് പറയും. അയാൾ കൈവയ്ക്കുന്ന ആദ്യത്താണ്, അതുകൊണ്ട് ഞാൻ ഓടിയതാണ്. എന്തായാലും ശസ്ത്രാണ്. ഈ ശസ്ത്രങ്ങൾക്ക് ഇതിനെ ഏനം ന ചിന്തന്തി, ഇതിനെ മുറിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തിയേറ്ററിൽ നടക്കുന്ന മുറിവുകളൊക്കെ ആത്മാവിനെ മുറിക്കുന്നുവോ? നോക്കൂ, എന്തൊക്കെ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടെന്നറിയോ? നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഭഗവത്ഗീതയിലൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒരാളെ മരിക്കുന്നതിന് മുൻപായിട്ട് ഗ്ലാസ്സുള്ള മുഴുവൻ ഗ്ലാസിനകത്ത് ഇട്ടിരിക്കുക. എന്നിട്ട് ആ ഗ്ലാസ് എവിടെയെങ്കിലും ഒരു പ്രകാശരശ്മികൾക്ക് പോലും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരാളെ മരിക്കാൻ നേരത്ത് പല പരീക്ഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയില്ല എന്തൊക്കെയാ നടക്കുന്നത്. എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇതിലെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടി. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഏനം ശസ്ത്രാണി ന ചിന്തന്തി, ഇതിനെ ആയുധങ്ങൾ മുറിക്കുന്നില്ല, ആയുധങ്ങളാൽ ആത്മാവ് മുറിവേൽക്കപ്പെടുന്നില്ല. നിങ്ങൾ ഈ കവിതയിലും മറ്റും കേട്ടിട്ടുള്ള ആത്മാവിനെ കുറിച്ചല്ല കേട്ടോ ഇവിടെ പറയുന്നത്. ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉടൽ തേടി അലയും ആത്മാക്കളോട് അദ്വൈതമുരിയാടി ഞാനിരിക്കുമ്പോൾ എന്നൊക്കെ. അത് വേറെ. അങ്ങനെ ആത്മാവ് ഉടൽ തേടി ശ്മശാനത്തിന് ചുറ്റും നടക്കുകയല്ല, മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരഭൂതമായി വിളങ്ങുന്ന ആ സത്യസ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. പാവകഃ ന ദഹതി, അഗ്നി ഇതിനെ ദഹിപ്പിക്കാൻ പോന്നതല്ല. അഗ്നിയാൽ ഇത് ദഹിക്കപ്പെടുന്നില്ല. ആപഹ ന ക്ലേദയന്തി, ആപഹ എന്ന് പറഞ്ഞാൽ അപ്പ്, ആപ്നോതി ഇത് അപ്പുന്ന. ആപ്നോതി എന്ന് പറഞ്ഞാൽ വ്യാപനം, വ്യാപിക്കുന്നത് കൊണ്ട്. ഓരോന്നിനും ഓരോ പേര് വന്നത് തന്നെ വളരെ രസമാണ്. ആപ്നോതി ഇത് അപ്പ് എന്നാണ്. അത് വ്യാപിക്കുന്നവൻ ആയതുകൊണ്ട് അതിനെ അപ്പെന്നും. പാവകൻ എന്ന് പറയുന്നത് ഏതാ? പുനാതി ഇതി പാവക. പുനാതി എന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കുന്നത്. അഗ്നിയുടെ സ്വഭാവം ശുദ്ധീകരിക്കലാണ്. അപ്പൊ അതിനെ എന്താ? പാവക ന ദഹതി, ആപഹ ന ക്ലേദയതി. ക്ലേദയതി എന്ന് പറഞ്ഞാൽ നനയ്ക്കുന്നില്ല. ജലം ഇതിനെ നനയ്ക്കാൻ പോകുന്നതല്ല. അഗ്നിക്ക് ദഹിപ്പിക്കാനോ ജലത്തിന് ഇതിനെ എന്ത് ചെയ്യാനോ കുതിർക്കാനോ നനയ്ക്കാനോ. മാരുതഃ ന ശോഷയതി, കാറ്റിന് ഇതിനെ ശോഷിപ്പിക്കാൻ വരട്ടാൻ സാധ്യമല്ല എന്ന് പറയും. ഇപ്പൊ നമ്മളൊക്കെ ഈ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് പലപ്പോഴും കാലാവസ്ഥയുടെ പല വ്യതിയാനങ്ങൾ എത്ര നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് വളരെ വളരെ കുറവാണ്. നമ്മൾ ഒരു പ്രകാരത്തിൽ വളരെ അങ്ങേയറ്റം അനുഗ്രഹം കിട്ടിയിട്ടുള്ളവരാ. ഋതുക്കളൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ആരോ പണ്ട് ഏതോ കവി ചോദിച്ചിരുന്നുവല്ലോ, ഇവിടുന്ന് എല്ലാം മോഷ്ടിച്ചാലും നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന്. ഇല്ലേ? കുരുമുളക് കൊണ്ടുപോവാം, പലതും കൊണ്ടുപോവാം, ഏലം കൊണ്ടുപോവാം, എല്ലാം കൊണ്ടുപോവാം, കശുമാങ്ങ കൊണ്ടുപോവാം, പക്ഷെ ഞാറ്റുവേലയെ കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ ഹേമന്തവും ശിശിരവും വസന്തവും ഇത്യാദി ഋതുക്കള് പരിചയമുള്ളവരാ നമ്മൾ. നമുക്ക് എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് അറിയില്ല, വിട്ടേക്ക്. ഇതൊന്നുമല്ല, ഇന്ത്യയിൽ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പാലക്കാടിന്റെ പോലും സ്ഥിതി. അവിടുത്തെ ഒരു കാറ്റുണ്ട്,
ആ കാറ്റടിച്ചിട്ടാണ് വരണ്ടുപോകും ആരും, അവിടെ വയൽ പാടത്തൊക്കെ ജോലി ചെയ്യുന്നവര്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങള്, ഈ ഭൂതങ്ങൾ തന്നെ നമ്മെ ശോഷിപ്പിക്കാൻ പോകുന്നതാ. പക്ഷെ ഇതൊന്നും ആത്മാവിനെ ഒരു തരത്തിലും അതിന് ഒന്നും തന്നെ ഏൽപ്പിക്കാൻ ഇതൊക്കെ അശക്തങ്ങളാണ്, ശക്തങ്ങളല്ല എന്ന് പറയുന്നു. അപ്പം ഏനം ശസ്ത്രാണി ന ചിന്തന്തി പാവകഃ ന ദഹതി ആപഃ ന ക്ലേദയതി മാരുതഃ ന ശോഷയതി. മാത്രമല്ല ഇതാ വീണ്ടും ഭഗവാൻ ഒന്നുകൂടെ ഇതിന്റെ നിത്യതയെ, ആ നിത്യതയിൽ നിലകൊള്ളാൻ വേണ്ടിയിട്ട്, അതാണ് ഞാനെന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടെ ഇതിന്റെ നിത്യതയെ ഓർമ്മിപ്പിക്കുന്നു. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവ ച നിത്യ സർവഗതസ്ഥാണുഃ അചലോയം സനാതനഃ. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവ ച നിത്യഃ സർവഗതഃ സ്ഥാണുഃ അചലഃ അയം സനാതനഃ. അയം ഇവൻ ആത്മാവ് അച്ഛേദ്യഃ മുറിവേൽപ്പിക്കാൻ സാധിക്കാത്തതാണ്. വീണ്ടും പറയും, പറഞ്ഞത് തന്നെയല്ലേ ഭഗവാനെ? അതെ, പറഞ്ഞത് തന്നെയാണ്. പറഞ്ഞത് തന്നെ ഈ പറയാനുള്ളൂ. അതെ, അത്രയേ ഉള്ളൂ. എന്നാ 108 ദിവസം വേണോ? പോരാ അല്ലേ? ഈ പറഞ്ഞു തന്നെ കേൾക്കുമ്പോ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുമോ? അതെ, ഒരു ജഡ്ജി, വളരെ ദേഷ്യം പിടിക്കുന്ന ഒരാള്, വളരെ ദേഷ്യം പിടിക്കുന്ന ജഡ്ജിയാ, എന്താ പറയാ, ചൂടൻ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരാളാണ്. അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു കേസ് വന്നു. എന്താ? ബസ്സിൽ വെച്ച് ഒരാള് സ്ത്രീയെ പോലീസ് FIR തയ്യാറാക്കി കരണക്കുറ്റിക്ക് അടിച്ചു എന്നാ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അടി കൊടുത്തു. അപ്പോ ചോദിച്ചു, കൊണ്ടുവന്ന ആളെ ചോദിച്ചു, ചെയ്തതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതെ. ആഹാ, കുറ്റം പെട്ടെന്ന് തന്നെ സമ്മതിച്ചു, അതെ ചെയ്തതാണ്. അപ്പൊ ജഡ്ജിനെ അറിയണമെന്നായി. എന്താ ചെയ്യാൻ കാരണം? നിങ്ങൾക്ക് വല്ല പൂർവ്വ വൈരാഗ്യം? ഇല്ല. ഇതിനു മുമ്പ് നിങ്ങൾ അറിയോ? ഇല്ല. കണ്ടിട്ടേ ഇല്ല? ഇല്ല, കണ്ടിട്ടേ ഇല്ല. അവരോട് ചോദിച്ചു, ഇല്ല, കണ്ടിട്ടില്ല. ആ, എന്താ അപ്പം പറയൂ. മാനസികമായിട്ടുള്ള വല്ല അസുഖം ഉണ്ടോ? ഇല്ല, അതും ഇല്ല. അങ്ങനെ ഒരു ഇതുമില്ലാതെ ഒരാളൊരു സ്ത്രീയെ അടിക്കുക എന്ന് പറഞ്ഞാൽ പറയൂ എന്താണ്? അദ്ദേഹം സർ, ഞാൻ ആലുവയിൽ നിന്ന് ബസ് കയറി, എന്നിട്ട് എറണാകുളത്തേക്കാണ്. അപ്പം ബസ്സിൽ കുറെ ആളുകളുണ്ട്. അപ്പൊ അവരവിടെ ഇരിക്കുന്നു, ഞാൻ ഇപ്പുറത്താണ്. അപ്പൊ കണ്ടക്ടർ വന്നു, ടിക്കറ്റ് എന്ന് ചോദിച്ചിട്ട്, അപ്പൊ ഇവരുടെ കറുത്ത ബാഗ് ഇവർക്കൊരു ബാഗ് ഉണ്ട്, ആ ബാഗ് തുറന്നു. എന്നിട്ട് അതിനകത്തുനിന്ന് അവർ പേഴ്സ് എടുത്തു. എന്നിട്ട് ആ പേഴ്സിന്റെ അകത്തുനിന്ന് അവർ ടവലെടുത്തു. ടവലെടുത്ത് അവരിങ്ങനെ എന്തോ നോക്കി, വീണ്ടും ടവലെടുത്ത് പേഴ്സിനകത്ത് വെച്ചു, പേഴ്സ് അടച്ചു, ബാഗിനകത്ത് വെച്ചു, അതടച്ചു, അവിടെ ഇരുന്നു. വീണ്ടും അപ്പോഴേക്കും വീണ്ടും കണ്ടക്ടർ ടിക്കറ്റ് എന്ന് പറഞ്ഞു വന്നപ്പോൾ അവർ വീണ്ടും ബാഗ് തുറന്നു, പേഴ്സ് തുറന്നു, ടവലെടുത്തു, നോക്കി, എന്തോ തുടച്ചു, അത് വീണ്ടും പേഴ്സിനകത്ത് വെച്ചു, അടച്ചു, ബാഗിനകത്ത് വെച്ചു, അടച്ചു, അവിടെ ഇരുന്നു. വീണ്ടും കണ്ടക്ടർ ഇങ്ങനെ ടിക്കറ്റ് എന്ന് വെച്ചപ്പോൾ അവർ വന്നിട്ട് വീണ്ടും ബാഗ് തുറന്നു, പേഴ്സ് എടുത്തു, കർച്ചീഫ് എടുത്തു, കർച്ചീഫ് പേഴ്സിനകത്ത് വെച്ചു, പേഴ്സ് അടച്ചു, ബാഗിനകത്ത് വെച്ചു, അടച്ചു, അവരിരുന്നു. വീണ്ടും ആ കണ്ടക്ടർ ഇങ്ങനെ ടിക്കറ്റ് എന്ന് ചോദിച്ചു വരുമ്പം വീണ്ടും ജഡ്ജി പറഞ്ഞു, എന്റെ കൈ ധരിക്കുന്നു, നിങ്ങൾ എന്റെ യുവർ ഓണർ, ഇത് തന്നെയാ അതിൽ സംഭവിച്ചത്. ഒന്ന് ഞാൻ അങ്ങോട്ട് കൊടുത്തു കരണക്കുറ്റി. അങ്ങേക്ക് മനസ്സിലായി. ജഡ്ജി പറഞ്ഞു ഇദ്ദേഹത്തിന് വെറുതെ വിടാൻ. കേൾക്കുന്നതും കാണുന്നതും അരോചകമായിട്ട് തോന്നുന്നില്ലേ? പക്ഷെ വളരെ പ്രേമപൂർവം, സ്നേഹപൂർവം ഭഗവാൻ ഇത് നമ്മളെ ഉറപ്പിക്കുകയാണ്. എത്ര കേട്ടാലും നമ്മളിത് വിട്ടുപോകുമെന്ന് പറയാം. അതുകൊണ്ട് ഏത് പ്രകാരത്തിലാണ് നമ്മൾ ഇതിനെ ഉൾക്കൊള്ളുന്നത് എന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് അയം എന്തുകൊണ്ടാണെന്ന് പറയാം. എന്തുകൊണ്ടാണ് ഓരോരോ പ്രകാരത്തിൽ ഗീത പറയുന്നതെന്ന് ആവർത്തിക്കുകയല്ല. അയം അച്ഛേദ്യഃ, ഇവന് ആത്മാവിനെ മുറിക്കാൻ പറ്റുന്നവനല്ല. അദാഹ്യഃ, ദഹിപ്പിക്കുന്നവനല്ല.
അക്ലേദ്യ നനയ്ക്കാൻ പറ്റുന്നവനല്ല, അശോഷ്യ ശോഷിപ്പിക്കാൻ പറ്റുന്നവനല്ല, അയം നിത്യ ഇത് നിത്യനാണ്, നാശരഹിതനാണ്, എന്നും ഉള്ളതാണ്, സർവഗത ഇത് എല്ലായിടത്തും ഉള്ളതാണ്, സ്ഥാണുഹു ഇത് സ്ഥിര സ്വഭാവം ആർന്നതാണ്. സ്ഥാണു എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്ന സ്ഥാണു. ഇത് അജലഹ ചലനമില്ലാത്തതാണ്, സനാതന എന്നും ഉള്ളതാണ്. അചലഹ എന്ന് പറയുമ്പം ഇതിന് ചലനമില്ല. ഇപ്പൊ ഭഗവാനെ എന്ന് വിളിച്ചാൽ ഭഗവാൻ ഓടി വരാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഭഗവാനെ ചലിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ സ്വാമി വിളിച്ചിട്ട് കാര്യം? അല്ല, ചലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വല്ല തളർവാദം പിടിച്ച് കിടക്കുകയാണോ? അല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. എല്ലായിടത്തും ഉള്ള ഒന്നിന് ചലനം അസാധ്യം. ഏത് ചലനവും ഉള്ളിടത്തുനിന്ന് ഇല്ലാത്തിടത്തേക്കാണ്. അതിനെയാണ് ചലനം എന്ന് പറയുക, അല്ലേ? സ്വാമിയുടെ ഈ കൈ ചലിക്കുന്നുവെങ്കിൽ കൈ അവിടെ ഇല്ല. അതുകൊണ്ട് അത് ഇല്ലാത്തിടങ്ങളിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് ഇല്ലാത്ത ഒരു ഇടം ഇല്ല എന്നുള്ളത് കൊണ്ട് ആത്മാവിൽ ചലനം സാധ്യമല്ല. കാരണം എല്ലായിടത്തും ഉള്ള ഒന്നിന് ചലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അചലം, അതുകൊണ്ട് സർവഗതം, അതുകൊണ്ട് സ്ഥാണുഹു സ്ഥിരം. അപ്പൊ ഇവിടെ അച്ഛേദ്യം, അദാഹ്യം, അക്ലേദ്യം, അശോഷ്യം ഈ ശബ്ദങ്ങളെ യഥാക്രമത്തിൽ നമ്മൾ പൃഥ്വി തത്വമായിട്ടും തേജ തത്വമായിട്ടും ജല അപ്പ് തത്വമായിട്ടും വായുവിന്റെ തത്വമായിട്ടും അറിയണം എന്ന് പറയുക. അപ്പൊ ഈ മഹാഭൂതത്തിന്റെ ലക്ഷണങ്ങളാണല്ലോ. ഛേദിക്കുക എന്ന് പറഞ്ഞാൽ പൃഥ്വി, അതുപോലെ തേജസ്സാണ് അഗ്നി ദഹിപ്പിക്കല്, അതുപോലെ അപ്പ് നനയ്ക്കുക, വായു ശോഷിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ ഇതിൽ നിന്നാണ് ഇതുണ്ടായത്. അതുകൊണ്ട് വേദത്തില് ഇതിന്റെ പ്രയോഗം വേറൊരു പ്രകാരത്തിലാണ്. ഭീഷാസ്മാത് വാദപ്പവതേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യു ധാവത പഞ്ചമ ഇതി എന്നാണ് വേദത്തിൽ, തൈത്തരീയ ആരണ്യകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഭീഷാസ്മാത് ഭയത്തിൽ നിന്ന് വാദപ്പവതേ കാറ്റടിക്കുന്നു. അപ്പൊ കാറ്റടിക്കുന്നത് ഭയം കൊണ്ട്. ഏതു ഭയം? മറ്റൊന്നിന്റെ സാന്നിധ്യത്തിൽ, മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് കാറ്റുപോലും വീശുന്നത്. ഭീഷോദേതി സൂര്യ സൂര്യൻ പ്രകാശിക്കുന്നത് വേറൊരു ചൈതന്യത്തിൽ നിന്ന്. അഗ്നിഹി പാവക അഗ്നിയും അതുപോലെ സൂര്യനും മറ്റെല്ലാം. മൃത്യു മരണം പോലും, മൃത്യുദേവൻ പോലും ഓടിക്കൊണ്ട് പണിയെടുക്കുന്നത് ഇതിനെ ഭയന്നിട്ടാണ്. ഭയക്കാന്ന് പറഞ്ഞാൽ അതിനാൽ അതിന്റെ ഒരു തള്ളൽ കൊണ്ട്. അതിനങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭീഷാസ്മാത് വാദപ്പവതേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യു ധാവത പഞ്ചമ ഇതി എന്നാണ് വേദത്തിൽ, തൈത്തരീയ ആരണ്യകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഭീഷാസ്മാത് ഭയത്തിൽ നിന്ന് വാദപ്പവതേ കാറ്റടിക്കുന്നു. അപ്പൊ കാറ്റടിക്കുന്നത് ഭയം കൊണ്ട്. ഏതു ഭയം? മറ്റൊന്നിന്റെ സാന്നിധ്യത്തിൽ, മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് കാറ്റുപോലും വീശുന്നത്. ഭീഷോദേതി സൂര്യ സൂര്യൻ പ്രകാശിക്കുന്നത് വേറൊരു ചൈതന്യത്തിൽ നിന്ന്. അഗ്നിഹി പാവക അഗ്നിയും അതുപോലെ സൂര്യനും മറ്റെല്ലാം. മൃത്യു മരണം പോലും, മൃത്യുദേവൻ പോലും ഓടിക്കൊണ്ട് പണിയെടുക്കുന്നത് ഇതിനെ ഭയന്നിട്ടാണെന്നാണ്. ഭയക്കാന്ന് പറഞ്ഞാൽ അതിനാൽ അതിന്റെ ഒരു തള്ളൽ കൊണ്ട്. അതിനങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൊ ഈ മഹാഭൂതങ്ങൾക്കൊന്നും ഒരു പ്രകാരത്തിലും സ്വാധീനിക്കാൻ സാധിക്കാത്തത് എന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അച്ഛേദ്യവും അദാഹ്യവും അക്ലേദ്യവും അശോഷ്യവും ഒക്കെ പറഞ്ഞത്. അതായത് ഈ പ്രപഞ്ചമേ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ആ പഞ്ചഭൂതങ്ങൾക്ക് അധിഷ്ഠാനമായിട്ടുള്ള തത്വത്തിന് ഇതിനെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ വേറെ ഒന്ന് മനസ്സിലാക്കുക, അഗ്നിയെ ദഹിപ്പിക്കില്ല, ജലത്തിനെ കുതിർക്കാൻ സാധ്യമല്ല. വളരെ നന്നായി മനസ്സിലാക്കേണ്ട ശ്ലോകമാണ്. അഗ്നിക്ക് അഗ്നിയെ ദഹിപ്പിക്കാൻ സാധ്യമല്ലാത്തതുപോലെ, ജലത്തിന് ജലത്തെ കുതിർക്കാൻ സാധ്യമല്ലാത്തതുപോലെ, പിന്നെ കാറ്റിനെ വരട്ടാൻ സാധ്യമല്ലാത്തതുപോലെ. എന്തെന്നാൽ അതായി നിലകൊള്ളുന്നത് ഇതായതുകൊണ്ട്. നല്ല രസമായി ഈ ശ്ലോകങ്ങളൊക്കെ. ഇതെല്ലാം ധ്യാനത്തിന് വിഷയമാണ് എന്ന് പറയാം.
അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതന. സനാതനമാണ്, എന്നും ഉള്ളതാണ് ഈ സത്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പിതൃതർപ്പണം, പിണ്ടം വയ്ക്കല് ഇത്യാദി കുറേ സംശയങ്ങളൊക്കെ വരും. ഇതൊക്കെ അർജുനൻ തന്നെ ചോദിച്ചിട്ടുണ്ട് 1-ാം അധ്യായത്തിൽ. പിണ്ടം കിട്ടാതെ, പിതൃതർപ്പണം കിട്ടാതെ നരകത്തിൽ പതിക്കില്ലേ ഭഗവാനെ എന്നൊക്കെ. കർമ്മയോഗത്തിലും മറ്റും ഇതിനൊക്കെയുള്ള ഉത്തരങ്ങളുണ്ട്. എങ്ങനെയാണ് പിതൃസ്മരണയിൽ അല്ല കർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കിതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും. അങ്ങനെയാണെങ്കിൽ സ്വാമി, ഇത് കേൾക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടാകുന്ന സംശയം അതാ. അങ്ങനെയാണെങ്കിൽ സ്വാമി, എന്തിനാണ് ഈ പിതൃതർപ്പണം, പിതൃബലി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെങ്ങനെ കൊണ്ടുപോകുന്നത്? തിരുനാവായും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കൊല്ലാകൊല്ലം ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇടയ്ക്ക് ജോലിച്ചർ പറയുന്നു അച്ഛൻ അതിലും ഇതിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് എന്നാ തോന്നുന്നത്, ഇങ്ങനെയൊക്കെ പറയണം. അപ്പൊ അത് ശരിയല്ലേ? പിന്നെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് അച്ഛന് ഇഷ്ടപ്പെട്ടത് വെച്ചു കൊടുക്കുക. അച്ഛൻ എന്തായിരുന്നോ ഇഷ്ടമായിരുന്നത് അത് കൊടുക്കും. അതുകൊണ്ടാണ് ചിലർ കുടിച്ച് മരിച്ച അച്ഛനെ വീണ്ടും ആ ആത്മാവിനെ പോലും കുടിപ്പിക്കുന്നത്. അതെ, കുടിച്ചു മരിച്ച ആൾക്ക് വീണ്ടും കൊടുക്കും. അപ്പൊ അത് മേടിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഏതായാലും ഒന്നറിഞ്ഞോളൂ, നിങ്ങൾ തൽക്കാലം ഈ പരിപാടി ഒന്നും നിർത്തിവെക്കണ്ട. ഇനിയിപ്പോ നാളെയോ മറ്റന്നാളോ ശ്രാദ്ധാണ്. അപ്പൊ എന്താ ചെയ്യുക? ഇനിയിപ്പോ 108 ദിവസം കഴിഞ്ഞിട്ട് ശ്രാദ്ധം കൂട്ടിയാൽ ശരിയാവുമോ എന്ന് സംശയം ഉണ്ടെങ്കിൽ, അതായത് പിതാവിനോട് നാം ചെയ്യേണ്ടുന്ന കടമ, ഭാരതത്തില് പുത്രൻ എന്ന് പറയുന്നത് തന്നെ പുംനാമൻ എന്ന് പറഞ്ഞ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നവൻ എന്നാണ്. അച്ഛനെ ദുരിതങ്ങളിലൊന്നും കൊടുക്കാതിരിക്കുന്നവനാണ് പുത്രൻ. മരണാനന്തരം വലിയ ശ്രാദ്ധം കൂട്ടിയിട്ടല്ല പിതാവിനോടുള്ള പിതൃതർപ്പണം. തർപ്പണം എന്ന് പറഞ്ഞാൽ ആ സമർപ്പണം ആണ്. അതിൽ നിന്ന് തർപ്പയതി എന്ന് പറഞ്ഞാൽ സമർപ്പിക്കലിൽ നിന്നാണ്. സമ്പൂർണ്ണ സമർപ്പണമാണ്. ആ സമർപ്പണം ജീവിതത്തിലും ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. മരണാനന്തരം കുറെ ആളുകളെ വിളിച്ച് സദ്യ കൊടുത്തിട്ട് കാര്യമുണ്ടോ കാര്യമില്ല, അവരുടെ വയറ് നിറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ അച്ഛൻ സന്തോഷിക്കുകയോ സന്തോഷിക്കാതിരിക്കുകയോ, അതൊക്കെ ജീവിതകാലത്ത് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ നമുക്കൊരു ബന്ധമുണ്ട്, ഒരു പ്രകാരത്തിലും എന്താ പറയാ, ഈ മാറ്റാൻ പറ്റാത്ത. കാരണം പിതാവ് എനിക്ക് കാരണമായി നിന്നതാണ്. എന്തൊക്കെയാണെങ്കിലും ബന്ധങ്ങളിൽ ഈ ബന്ധങ്ങളൊക്കെ ശക്തിയുള്ളതാണ് എന്ന് വിചാരിച്ച് ഏതു നേരം ഇവരുടെ കൂടെ കഴിയണം എന്നല്ല. മാതാവ് മാതാവാണ്, പിതാവ് പിതാവാണ്. ഈ ബന്ധങ്ങളൊക്കെ ഒരിക്കലും അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നതിൽ തന്നെ പലപ്പോഴും പല കുഴപ്പങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ കുട്ടികൾ കല്യാണം കഴിഞ്ഞു പോകുമ്പം ആ കുട്ടികളോട് പറയും, മോളോട് പറയും, മോളെ ഇനി നിന്റെ അമ്മ അതാണ്, ഇനി നിന്റെ വീട് അതാണ്. അതുകൊണ്ട് അവിടുത്തെ അമ്മയെ നിന്റെ സ്വന്തം അമ്മയെ പോലെ കാണണം. അവിടുത്തെ അച്ഛൻ നിന്റെ അച്ഛനാണ്. ഒരിക്കലും അല്ല. ഈ കുട്ടി ഇത് വിശ്വസിക്കുന്നതാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാവാൻ കാരണം. അതെ. അപ്പൊ അവിടുത്തത് ആരാ? അവിടുത്തത് അമ്മായി അമ്മ, അതായത് നിന്റെ ഭർത്താവിന്റെ അമ്മ. അവിടുത്തെ അച്ഛനോ ഭർത്താവിന്റെ അച്ഛൻ. ഒരിക്കലും ഇവിടുത്തെ നിന്റെ സ്വന്തം അച്ഛനല്ല. എന്തുകൊണ്ടെന്നാൽ നിന്റെ അച്ഛൻ എല്ലാം പൊറുക്കും, ഞാനെല്ലാം പൊറുക്കും. അവര് പക്ഷെ അതുപോലെ ആയിക്കൊള്ളണം എന്നില്ല. നമ്മൾ പറഞ്ഞു വിടുന്നതേ ഇങ്ങനെയാണ്. എന്നിട്ട് അവിടുത്തെ അമ്മയോ, ഇതെന്റെ മോള്, മരുമോള്, മോള്. അതായത് അവരവരുടെ ആ എന്താ പറയാ തീവ്രത കാണിക്കാൻ വേണ്ടി പറയും. അല്ല, മകള് വേറെ, മരുമകള് വേറെ. എന്തുകൊണ്ടെന്നാൽ ഈ മരുമകൾ എഴുന്നേറ്റത് ആദ്യ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം എഴുന്നേറ്റത് ഒരു 8 മണിക്കാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഈ അമ്മയുടെ തനി നിറം അറിയാം, കിടക്കുന്ന കണ്ടില്ലേ? അതൊക്കെ വീട്ടിലെ സംസ്കാരം പഠിപ്പിച്ചു വിടുന്നതാണ്. നമ്മളിപ്പോ എന്താ പറയാ? ഞാനൊക്കെ ഇവിടെ 4 മണിക്ക് എഴുന്നേറ്റ്, എന്റെ മോളും അങ്ങനെയാ. അവളിപ്പോ ഉണ്ടല്ലോ, നിങ്ങൾ അന്വേഷിക്കുക. അവള് കൽക്കട്ടയിലാണ്. അവള് അവിടുത്തെ തണുപ്പാണെങ്കിലും അവൾ അവിടെ ഇതുപോലെ 4 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് അവൾ അതൊക്കെ ചെയ്യും. എന്നാൽ നമ്മുടെ മോള്, സ്വന്തം മോള് അങ്ങനെ വൈകി ഉണർന്നാൽ നമ്മൾ അങ്ങനെ കാണുമോ? ഇല്ലല്ലോ. അവൾ വൈകി കിടന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു, ആ സമയത്തില്ല. പറച്ചില് മാത്രം വെറുതെ അനാവശ്യമായിട്ട് മകളെന്നും. എന്നാൽ അവളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ അത് കാണാൻ സാധിച്ചാൽ അതില്ല, ഒരിക്കലും അത് സാധ്യമല്ല.
അതുകൊണ്ട് അവരൊക്കെ അതൊക്കെ ബന്ധങ്ങളൊക്കെ നിങ്ങൾ ആ അർത്ഥത്തിൽ അതിൽ തന്നെ അവിടെ നിർത്തിയാൽ മതി. അതാ നന്നാവുക. പറഞ്ഞു കൊടുക്കുകയും പറഞ്ഞു വിടുമ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞു വിട്ടോളൂ. അമ്മ ഞാൻ തന്നെയാണ്, ഞാനെല്ലാം നിന്റെ എല്ലാം അറിയുന്ന, എനിക്കറിയാം, നന്നായിട്ട് അറിയാം നിന്നെ, പക്ഷെ അവർക്ക് അറിയണം എന്നില്ല. അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിക്കണം. വീടും അതുപോലെ നമ്മുടെ വീടല്ല, മറ്റു വീട്. നീ അതുകൊണ്ട് നമ്മുടെ വീട് നിന്റെ വീട് തന്നെയാ മോളെ ഇത് എന്ന് പറഞ്ഞപ്പോ അവര് വിളിക്കാൻ തുടങ്ങി ഫോണ്. അച്ഛൻ ചോദിക്കാറില്ലായിരുന്നു നീ ആരെയാ വിളിക്കുന്നത്, എത്ര ബില്ലാക്കി എന്നൊന്നും. പക്ഷെ അവിടുത്തെ അച്ഛൻ ചോദിക്കാൻ തുടങ്ങി. ഇവിടെ 427 രൂപയെ മാസാമാസം വരുള്ളൂ, ഇതിപ്പോ 438 ഇതെന്താ ഇത്? അടുത്ത മാസം 550 ആവില്ലേ? ഇങ്ങനെ പോയാൽ എന്റെ പെൻഷൻ എത്രയാ? അച്ഛൻ കണക്ക് പറയാറില്ലായിരുന്നു മകളോട്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പം അച്ഛന്റെ തർപ്പണം, ബലി ഇത്യാദിയൊക്കെ പറഞ്ഞാല് നമ്മുടെ കർമ്മത്തെ അത് സ്വാധീനിക്കും, നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കും. ഈ ബന്ധങ്ങളൊക്കെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. അപ്പൊ കർമ്മരംഗത്ത് എന്തെങ്കിലും ലോപങ്ങള്, എന്തെങ്കിലും അപൂർണത ദർശിക്കുന്ന സമയത്ത് നമുക്ക് സംശയമാവും, അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ എന്നൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ആ മരിച്ചു എന്ന് സങ്കല്പിക്കുന്ന ദിവസം വെറുതെ ഒന്ന് രാവിലെ എഴുന്നേറ്റ് വല്ല കുളത്തിലോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഏറ്റവും വളരെ ലളിതമായിട്ടാണ് നമ്മുടെ പദ്ധതികളൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് വെള്ളം എടുത്ത് സ്മരിച്ചുകൊണ്ട് ആ വെള്ളത്തെ തന്നെ നദിയിലേക്കോ കുളത്തിലേക്കോ വിട്ടാൽ മതി. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ബാത്റൂമിൽ തന്നെ ചെയ്യാം. മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല അത്, നിങ്ങളുടെ സങ്കല്പമാണ്. സൗകര്യമൊന്നും ഇല്ലാത്തവർക്ക് അത് ആവാം. സൗകര്യമൊക്കെ ഉണ്ട്. കേരളീയനെ സംബന്ധിച്ചാണ് അങ്ങനെ ബാത്റൂമിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്ക് രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു കുളത്തിൽ പോയിട്ട് കുറച്ച് അരി എടുത്ത് കൊടുക്കുമ്പോൾ എന്താണ്, അത് ഭൂതങ്ങൾക്ക് കിട്ടും. ഭൂതം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മത്സ്യങ്ങൾക്ക് കിട്ടുകയും. അല്ലാതെ അച്ഛൻ വന്ന് ഈ അരി എടുക്കാനൊന്നും പോകുന്നില്ല, അത് വിചാരിക്കണ്ട. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ധാരണ. എന്നിട്ട് വന്ന് ഈ അപ്പൂപ്പനെ ബലിയിട്ട് കഴിഞ്ഞാൽ ഈ കാക്ക വന്ന് ഇങ്ങനെ എടുക്കും. കാഴ്ചയിൽ ഏകദേശം അപ്പൂപ്പനെ പോലെ ഉണ്ടാവും. അതെ, ആ തലയും കാക്കയുടെ തലയും ഒക്കെ നോട്ടം. അതെ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും ഇങ്ങനെയാണ് നോക്കിയത്. എന്നിട്ട് നമ്മൾ പറയാം ഇതാണെന്ന് തോന്നുന്നില്ല, അതാണെന്ന് തോന്നുന്നുണ്ട്. ജീവിയിൽ നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. കാക്കയായിട്ട് അപ്പൂപ്പൻ വരികയാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല. അങ്ങനെയെങ്കിലും നിങ്ങൾ കാക്കയ്ക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചില്ല. കാരണം പലപ്പോഴും ഭൂതങ്ങളോട് നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെയാണ് അവരും. അവർക്കും വിശപ്പുണ്ട്, അവർക്കും വികാരങ്ങളുണ്ട്, അവർക്കും ഒരു കുടുംബ സങ്കല്പങ്ങളുണ്ട്. അതൊക്കെ ഉണ്ട്, കുറച്ച് താൽക്കാലികമാണ്, ഇത്ര വലുതൊന്നുമല്ല അവർക്ക്. വളരെ രസകരമായിട്ടുള്ള ഒരു തമാശയാണ്, നമ്മളെ ചിന്തിപ്പിക്കാൻ പോകുന്നതാണ്. നിങ്ങൾ കേൾക്കണം അത്. അതായത് ഒരമ്മ മൃഗശാലയിൽ പോയി. അപ്പൊ മൃഗശാലയിൽ പോയിട്ട് അവർക്ക് ഈ കുരങ്ങിനെ കാണാൻ വലിയ ഇഷ്ടമാണ്, കുട്ടികൾക്ക് കുരങ്ങിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പൊ കുരങ്ങിന്റെ കൂട്ടിൽ പോയപ്പോ കുരങ്ങിനൊന്നുമില്ല. അപ്പൊ അവര് ചോദിച്ചു ഇത് ഇവിടെ പോയി ഇവിടുത്തെ കുരങ്ങന്മാരൊക്കെ. അപ്പൊ അവിടുത്തെ വാർഡനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അമ്മ, അത് ഈ കുരങ്ങന്മാര് മൃഗങ്ങൾക്ക് ഓരോ സമയമുണ്ട്. അദ്ദേഹം പറഞ്ഞു അതിപ്പോ അവരുടെ ഇണ ചേരുന്ന മാസമാണ്, അപ്പൊ അവര് ഇണ ചേരുകയാണെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ കുറച്ച് കടലൊക്കെ കൊണ്ടുവന്നുണ്ടല്ലോ, ഈ കടലൊക്കെ ഇട്ട് കൊടുത്താൽ കുരങ്ങന്മാര് വരുമെന്ന്. അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ വെച്ച് നിങ്ങൾ വരുമെന്ന്. ഇതൊരു നമ്മുടെ അജ്ഞാനത്തെ കാണിക്കുന്ന, നമുക്ക് വളരെ എന്താ പറയാ, ധ്യാനിക്കേണ്ട ഒരു തമാശയായിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് പലപ്പോഴും അറിയില്ല അവരാരാണ്, എന്താണ്. നമ്മുടെ അജ്ഞാനത്തിന് ഒരു കണക്കുമില്ല എന്ന് പറയാം. അത് ചിലപ്പോൾ ഹിമാലയത്തിന്റെ കൊടുമുടിയില്ല. അപ്പൊ ആ കർമ്മങ്ങളൊക്കെ നിങ്ങൾ ഒരു സങ്കല്പത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ഒന്ന് മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് ഇട്ടേക്കുക. സകലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. എല്ലാ എന്റെ അപരാധങ്ങളെയും എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമസ്വ കരുണാനിധേ, എല്ലാറ്റിനെയും ആ കാരുണ്യത്തിന്റെ മൂർത്തിയായിട്ടുള്ള അങ്ങ് ക്ഷമിച്ചാലും. എന്നിട്ടോ അങ്ങാരാണ്? ജനകായ നമോ നമഃ, എന്നെ ജനിപ്പിച്ചവനും ആയിട്ടുള്ള അങ്ങേക്കായിട്ട് എന്റെ നമസ്കാരം. ഞാൻ നിങ്ങൾ ഒരാളുടെ അടുത്തും പോട്ട. സകലാനപരാധാന്മേ
ക്ഷമസ്വ കരുണാനിധേ. ആ 2 വരി ചൊല്ലുമ്പം തന്നെ നമുക്ക് നമ്മുടെ അച്ഛനെ നന്നായിട്ട് ഓർമ്മയുണ്ടായിരിക്കണം. എല്ലാറ്റിൻ്റെയും, കാരണം അച്ഛൻ എല്ലാ നമ്മുടെ ചെയ്തികളെയും ക്ഷമിച്ചിട്ടുള്ള ആളായിരുന്നു. ആ ജനകനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. ഇത്രയും മതി. കാരണം ഈ നമ്മൾ മഹാത്മാക്കളുടെയൊക്കെ ജീവിതമൊക്കെ എടുത്തു നോക്കുമ്പോൾ അവരെയൊക്കെ പ്രചോദിപ്പിച്ചതിൽ വലിയൊരു പങ്ക് ഇവർക്കുണ്ടാവും. പലപ്പോഴായിട്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുക എന്നുള്ളതായിരിക്കും അവരുടെയൊക്കെ ഉദ്ദേശം. പിന്നെ ഈ മരണാനന്തരം നമുക്ക് 1 വർഷം ആ മരിച്ച 1 ദിവസം അവരെ ഒന്ന് സ്മരിക്കാൻ ഇപ്പൊ എന്താ വിഷമം? എന്നിട്ടാണ് ഈ ആളുകൾ പോയിട്ട് ഇതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. എന്നിട്ട് അതിനായിട്ട് ചിലർ പറഞ്ഞു കൊടുക്കും, ഇനി നിങ്ങൾ ഇടുകയേ വേണ്ട, ഇനി നിങ്ങൾ വലിയൊന്നും ചെയ്യരുത്, കാരണം അച്ഛനെ ഒതുക്കിയിട്ടുണ്ട്, ഇനി മൂപ്പരെ വിളിക്കരുത് എന്നാ പറയാ. അതെ, ഒതുക്കി എന്നാ പറയാ. അവിടെ കൊണ്ടുപോയി ഒതുക്കിയിട്ടുണ്ട്, ഇനി വിളിക്കണ്ട. അപ്പം കൊല്ലം ഇടണ്ട, വേണ്ട, ആവൂ സമാധാനം. കാരണം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ കൊല്ലം ഇടല്. വിശന്നിരിക്കണേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. മൃഷ്ടാന്ന ഭക്ഷണം കഴിച്ചിട്ട് ബലികർമ്മം ചെയ്യാൻ പാടില്ല എന്ന് തലേന്ന് അതിനുവേണ്ടി തയ്യാറാവലുണ്ട്. ഒരു തപസ് ഇത് ക്രിയകളൊക്കെ പറഞ്ഞാൽ വളരെ ക്ഷേമമാണ്. ശരിക്കും പറഞ്ഞാൽ ആ പിതാവും താനും തമ്മിലുള്ള ബന്ധത്തെ അറിയുന്നത് ആ വിശ്വജനകനെ അറിയാൻ സഹായിക്കും. വിശ്വത്തിന്റെ കാരണത്തെ അറിയാൻ സഹായിക്കുന്നത് ആ കർമ്മം വളരെ വിശേഷമാണ്. അത് ബദരിനാഥ് പോലുള്ള ആ മോക്ഷധാമിലൊക്കെ പോയി ഇടുന്ന സമയമാണെങ്കിലോ, ഗംഗയിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ശരീരബോധമൊക്കെ പോവും. ഈ കർമ്മങ്ങളൊക്കെ നമ്മെ അറിയാൻ സഹായിക്കുന്നതാ. ഇപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ തിരുനാവായയിലോ പാപനാശിനിയിലോ അവിടെ എവിടെയെങ്കിലും വല്ല കടലിലോ എവിടെയെങ്കിലും പോവാം, എന്നാലും വിഷമാണെന്ന് പറയാം. കേട്ടിട്ടുണ്ടോ? 2 സുഹൃത്തുക്കൾ തമ്മിൽ അവര് ഇതുപോലെ അച്ഛൻ മരിച്ചതാ, 2 പേരുടെ ബലികർമ്മത്തിന് പോയതാ. അപ്പൊ തിരുനാവായ ഒരാളുടെ വീട് എവിടെയാ, ഈ ഭാഗത്ത് എവിടെയാന്ന് അറിയില്ല, സ്വാമിക്ക് ഓർമ്മയില്ല. അപ്പോ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ആരുമില്ല, മറ്റേ സുഹൃത്തിന്റെ തിരുനാവായയുടെ വീട്ടിൽ. അദ്ദേഹത്തിന്റെ ഉണ്ട്, പക്ഷെ ഭാര്യ അവര് ജോലിക്ക് വളരെ നേരത്തെ പോകുന്നതുകൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവര് പോയി. അപ്പൊ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ട് ബലികർമ്മം കഴിഞ്ഞ് വന്നിട്ട് കഴിച്ച് പോയിക്കോളൂ എന്നുള്ളതിലാണ്. അപ്പൊ ഒരാൾക്കാണെങ്കിൽ ഈ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ആളാണ്, അദ്ദേഹത്തിന് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. ഏതായാലും ഇവര് ബലികർമ്മമൊക്കെ കഴിഞ്ഞു വന്നു. ഈ സുഹൃത്ത് ചോദിക്കുക, ഈ സുഹൃത്ത് പറഞ്ഞു, എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന് നിനക്കറിയോ? പറഞ്ഞു, ഇല്ല. അതൊരു വലിയൊരു സംഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനുണ്ടായ രോഗം, ആ രോഗത്തെ പല വൈദ്യന്മാരെ കാണിച്ചത്, അത് ഓരോരുത്തരുടെ പേര് പറഞ്ഞു. ഇന്നാളുടെ അടുത്ത് കൊണ്ടുപോയി അയാൾ ഇന്നതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇയാൾക്കാണ് ഈ വിശക്കുന്നുണ്ട്, ഇതെങ്ങനെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു. ഇയാളാണെങ്കിൽ കൊല്ലുന്നുമില്ല. ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം അങ്ങോട്ട് മരിച്ചു. സമാധാനായി. അപ്പൊ ചോദിച്ചു, മറ്റേയാള് ചോദിക്കുക, അല്ല നിന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? എന്റെ അച്ഛൻ കിടക്കുകയും മരിക്കുകയും, നീ വേഗം ഭക്ഷണം വിളമ്പു. എന്റെ അച്ഛൻ കിടന്നു മരിച്ചു ഒരു ദിവസം. അതിൽ ഞാൻ കൂടുതൽ എന്താണ്, നമുക്ക് വേഗത്തിൽ തീർക്കണം പരിപാടികൾ. എന്റെ അച്ഛനുമായിട്ടുള്ള ബന്ധത്തെ, അമ്മയായിട്ടുള്ള ബന്ധത്തെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതാണോ? അതുകൊണ്ട് ഒരു തപസ്, ഒരു ധ്യാനം ഈ വിഷയത്തിൽ വേണ്ടതല്ലേ? അതിന് നിങ്ങൾ എന്തിനാ ജ്യോത്സ്യരെടുത്ത് അവിടെ ഇവിടെയൊക്കെ പോണത്? ഇവരാണോ പറഞ്ഞു തന്നത് ഇതാണ് നിന്റെ അച്ഛൻ എന്നൊക്കെ? അതുകൊണ്ട് ഇതിൽ നിങ്ങൾ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട. നിങ്ങൾ ഈ വ്യവഹാരത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ അച്ഛനോടുള്ള ആ ഒരു കർമ്മം ചെയ്യേണ്ടത് ഈ ഒരു സ്മരണയിലാണ്. അത് നിങ്ങൾ വിസ്തരിച്ച് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളൊന്ന് സ്മരിക്കുക, ഇത്രയേ വേണ്ടൂ. ഇതിൽ ആ സംശയമൊക്കെ തീരണം. പിതൃതർപ്പണം ഇത്യാദികളൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി വരുന്നുണ്ട് അതിന്റെ മുൻപിലേക്ക്. ആ ഭാഗത്ത് നമുക്ക് ഈ സംശയങ്ങളെയൊക്കെ വിശദമായിട്ട് ദൂരീകരിക്കാം. അപ്പം അച്ഛേദ്യം അദാഹ്യം അക്ലേദ്യം അശോഷ്യം എന്നൊക്കെ പറഞ്ഞത് പഞ്ചമഹാഭൂതങ്ങൾക്ക് അധിഷ്ഠാനമായി നിലകൊള്ളുന്നതാണ്. ആ മഹാഭൂതങ്ങളാൽ ആത്മാവിനെ ഒരു പ്രകാരത്തിലും
അതിന് വൃദ്ധിയോ ക്ഷയമോ ഏൽപ്പിക്കാൻ ഇതിനൊന്നും സാധ്യമല്ല. കാരണം അതുപോലും ആവിർഭവിച്ചത് ഇതിൽ നിന്നാണ് എന്നുള്ളതിനാൽ അത് നിലകൊള്ളുന്നതേ ഇതിലാണ്. തുടർന്ന് അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്യത്തെ തസ്മാദേവം വിദിത്വ ഏനം ന അനുശോചിതും അർഹസി. വീണ്ടും ഭഗവാൻ പറയുന്നു, അയം അവ്യക്ത, അയം ഇവൻ ആത്മാവ് അവ്യക്തം, വ്യക്തമല്ല. എന്താ വ്യക്തമല്ല എന്ന് പറയാൻ കാരണം? ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തത്? ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകണം എങ്കിൽ ഒരു രൂപം വേണം. രൂപമില്ലാത്തത്, നാമമില്ലാത്തത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുമോ? നാമുള്ളത് തന്നെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നില്ല. ആകാശം എന്നുള്ളത് ഇന്ദ്രിയത്തിന് വിഷയമല്ല. ആണോ? ആകാശം നമ്മൾ നീല നിറം എന്നൊക്കെ പറയും, മുകളിലേക്ക് നോക്കും. ആകാശം നാം കാണുന്നില്ല. പ്രകാശം കാണുന്നുണ്ടോ? ഇല്ല. എന്താ സ്വാമി, ആര് പറഞ്ഞു? ഇല്ല. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വസ്തുക്കളെ നാം കാണുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ പറയും സൂര്യനെ ഇപ്പൊ കാണുന്നില്ല. സൂര്യന്റെ പ്രകാശം കൊണ്ടാവോ കാണുന്നത്? സൂര്യനെ കാണുന്നില്ല എന്ന് തന്നെ. സൂര്യൻ മറയ്ക്കപ്പെട്ടിരിക്കണോ എന്ന് കാണുന്നത് തന്നെ എങ്ങനെയാ? സൂര്യന്റെ പ്രകാശം. അവ്യക്തം എന്ന് പറഞ്ഞാൽ വ്യക്തമല്ല, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത പലതും ഈ ഭൂമിയിലുണ്ട്. അതിന് മുഴുവൻ ആധാരമായിട്ടുള്ളത് ഇന്ദ്രിയത്തിന് വിഷയമാകുമോ? ഒരിക്കലും ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. അതുകൊണ്ട് തന്നെ അയം അചിന്യ, ചിന്തയ്ക്ക് വകുപ്പ് ഇവിടെ ഇല്ല. എന്നാ ചിന്തിച്ചറിഞ്ഞു കളയാം. അതുകൊണ്ട് ചിന്തകന്മാരൊക്കെ ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. പാശ്ചാത്യ ചിന്തകളുടെ പിതാവെന്നറിയപ്പെടുന്ന അരിസ്റ്റോട്ടിലിനെ സംബന്ധിക്കുന്ന ഒരു കഥ, വളരെ രസകരമായിട്ടുള്ള, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ ചിന്തിപ്പിച്ച ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ തത്വത്തിലേക്ക് അടുപ്പിച്ച ഒരു കഥ. അദ്ദേഹം കടൽക്കരയിലൂടെ പോകുമ്പം ഒരാള് ഒരു ചെറിയ സ്പൂണ് കൊണ്ട് കടലിലെ വെള്ളം എടുത്ത് കുഴിയിലാക്കാൻ ശ്രമം നടത്തുന്നു. ഈ കാഴ്ച അരിസ്റ്റോട്ടിൽ കാണുന്നു. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണുമ്പം ഇങ്ങനെയുള്ള ചിന്തകന്മാര്, അതായത് വേറിട്ടൊരു പ്രവൃത്തിയാണിത്, അപ്പൊ അത് ശ്രദ്ധിച്ചു. അരിസ്റ്റോട്ടിൽ നോക്കിയ സമയത്ത് ഇദ്ദേഹം ഒരു ഭ്രാന്ത് കാണിക്കണം. അതായത് കടൽ വെള്ളം സ്പൂണിലെടുക്കണു, കൊണ്ടുവന്ന് ഈ കുഴിയിൽ ഒഴിക്കണം. അരിസ്റ്റോട്ടിൽ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കടലിനെ ഈ കുഴിക്കകത്താക്കാൻ പോവാണെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മനസ്സിലായി, വേഗം വീട്ടിൽ പോയി കിടന്നുറങ്ങൂ, നിങ്ങളുടെ അസുഖം എനിക്ക് മനസ്സിലായി എന്ന് പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മനസ്സിലായി, നിങ്ങളുടെ അസുഖവും മനസ്സിലായി, വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. ഞാൻ ചെയ്യുന്ന അത് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ആരുടെ ഭാഷയിൽ? അരിസ്റ്റോട്ടലിന്റെ ഭാഷയിൽ. അപ്പൊ അരിസ്റ്റോട്ടലിനോട് പറഞ്ഞു, ഈ വിശാലമായിട്ടുള്ള കടൽ ഇത് അനന്തതയെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ വിശാലമായ കടൽ അനന്തമാണത്. എന്നിട്ടോ അതിനെ നിങ്ങളുടെ ചിന്തകളാകുന്ന സ്പൂണ് കൊണ്ട് നിങ്ങളുടെ ഈ തലമണ്ടയാകുന്ന ഈ കുഴിക്കകത്താക്കാൻ ശ്രമം നടത്തുക. നിങ്ങളുടെ ചിന്തകൾ ഈ സ്പൂണിനേക്കാൾ വലുതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പൊക്കിയൊരു ഏറെറിഞ്ഞു. അരിസ്റ്റോട്ടലിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് പറയുന്നു. അത് ചിന്തകളെ കൊണ്ട്, ഈ ചിന്തകളിലൂടെ വിശ്വത്തിന്റെ ആധാരത്തെ അറിയാം എന്ന ശ്രമം ഈ സ്പൂണിനകത്ത് കടൽ ജലം എടുത്ത് കുഴിക്കകത്താക്കുന്ന ഏർപ്പാടാണ്. അതുകൊണ്ടത് അചിന്യ യൻ മനസ ന മനുതേ.
യാതൊന്നാണോ മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റാത്തത്, ഏനാഹുർ മനോമതം, യാതൊന്നിനാൽ മനസ്സ് മനനം ചെയ്യപ്പെട്ടതായി തീരുന്നു. തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതമുപാസത്തെ. അതാണ് ബ്രഹ്മം. അല്ലാതെ ബ്രഹ്മം എന്ന് പറഞ്ഞ് നീ ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ല, വെറും ഭ്രമം മാത്രം. കേൾവിയിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, ബ്രഹ്മവും ഭ്രമവും.